ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. കോട്ടയം പുഷ്പനാഥ് എഴുതിയ നോവൽ സൂര്യസംഹാരം. അധ്യായം 44. ആ തിളങ്ങുന്ന കണ്ണുകൾ അടുത്തടുത്തു വന്നു. ജയന്തൻ കെണി ഒരുക്കിയിരുന്ന എലിപ്പെട്ടിയുടെ അടുത്ത് പൂച്ച നിന്നു. എലിപ്പെട്ടിക്കുള്ളിൽ ഒരു വല്ലാത്ത ശബ്ദത്തോടെ എലി പരക്കം പായുന്നത് ജയന്തൻ കണ്ടു. പെട്ടെന്ന് പൂച്ച അതിഭയങ്കരമായി കരഞ്ഞു. അതുകേട്ട് ജയന്തൻ നടുങ്ങിപ്പോയി. പെട്ടെന്ന് സമനില കൈവരിച്ചപ്പോൾ അയാൾക്ക് മനസ്സിലായി, ആ പഴയ തറവാടിൻ്റെ തടിച്ചുവരുകളിൽ പൂച്ചയുടെ കരച്ചിൽ പ്രതിധ്വനിച്ചതുകൊണ്ടാണ് അങ്ങനെ കേട്ടതെന്ന്. പൂച്ച പറ്റിയ സ്ഥലത്താണ് നിൽക്കുന്നതെന്ന് ബോധ്യമായപ്പോൾ ജയന്തൻ മുകളിൽ കടിപ്പിച്ചിരുന്ന വലയുടെ കുടുക്കഴിച്ചു. പൂച്ച അതിനുള്ളിൽ കുടുങ്ങിക്കഴിഞ്ഞു. തിരിഞ്ഞു മറിഞ്ഞ് വലയുൾപ്പെടെ പിണഞ്ഞ പൂച്ചയെ അങ്ങനെ തന്നെ എടുത്തുകൊണ്ടുപോയി. അപ്പുറത്തെ തറവാട്ടിൽ വിളക്കിനു മുന്നിൽ കൊണ്ടുപോയി വച്ചപ്പോൾ പൂച്ചയെ ജയന്തൻ ശരിക്കും കണ്ടു. തനിക്ക് പറ്റിയതാണ് ആ സാധനമെന്ന് ബോധ്യമാവുകയും ചെയ്തു. ഇനി അതിനെ ഹോമിക്കുകയാണ് വേണ്ടത്. പ്രതീക്ഷിക്കുന്നത് പോലെ മാർജാര ഹോമം വിജയിച്ചാൽ ആരെ ഉദ്ദേശിച്ചാണോ അത് നടത്തുന്നത് ആ ആൾക്ക് പൂച്ചയ്ക്ക് എന്ത് സംഭവിക്കുന്നുവോ അതുപോലെ സംഭവിക്കുകയും ചെയ്യും. ഉപയോഗമില്ലാതെ കിടക്കുന്ന ഒരു പത്തായത്തിൽ പൂച്ചയെ പൂട്ടിവെച്ചു. രാത്രി ജയന്തനെ പ്രതീക്ഷിച്ച് ഉറക്കമൊഴിഞ്ഞു കിടന്ന ഉണ്ണിച്ചിരുതേയി അമ്മയുടെ കിടക്കയിലാണ് അയാൾ ഉറങ്ങിയത്. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ പഴയ ഗ്രന്ഥമെടുത്ത് മുന്നിൽ വെച്ച് കൂടുതൽ വിവരങ്ങൾ പഠിച്ചു. ഹോമത്തിനുള്ള സമയം ഏതാണ്ട് തിട്ടപ്പെടുത്തിയപ്പോൾ രുദ്രഹോമമായതുകൊണ്ട് രാത്രി 12 മണിക്കാണ് ഫലപ്രദമെന്ന് മനസ്സിലായി. അങ്ങനെ അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും ജയന്തൻ ചെയ്തു. അന്ന് വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചപ്പോൾ ദേവപ്രിയ വിഷ്ണുദേവനോട് പറഞ്ഞു, എനിക്ക് എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നതായി തോന്നുന്നു. കാരണം തുളസിത്തറയിൽ വിളക്ക് വെച്ചപ്പോൾ എൻ്റെ ഒരു മുടിനാരിഴ കരിഞ്ഞു. അത് യാദൃച്ഛികമായി സംഭവിച്ചതല്ലേ? അല്ലല്ല, എനിക്കങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഇനിയിപ്പോൾ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? വിഷ്ണു ചോദിച്ചു. അയാളോട് മാന്ത്രികമായ രീതിയിൽ എതിർക്കണമെങ്കിൽ അതുപോലെ തന്നെ കഴിവുള്ള മറ്റൊരാൾ വേണം. പ്രത്യേകിച്ച് പകൽ സമയങ്ങളിലാണെങ്കിൽ എനിക്ക് എതിർത്തു നിൽക്കാനുള്ള ശേഷിയുമില്ല. അതുപോലെ തന്നെ മറ്റൊരു രഹസ്യം കൂടിയുണ്ട്. രാത്രി നാം ഒന്നിച്ച് ഒരു കിടക്കയിൽ ശയിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കൊടിയ മന്ത്രം പ്രയോഗിച്ചാൽ എനിക്കും നിങ്ങൾക്കും അത് ആപത്തായി തീരുകയും ചെയ്യും. അതിനെപ്പോൾ എന്താണ് വേണ്ടത്? വിഷ്ണു ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഇക്കാര്യത്തിൽ സൂര്യമിത്രൻ നമ്പൂതിരിയാണെങ്കിൽ എങ്ങനെയുണ്ട്? കൊള്ളാം. ഞാനത് അങ്ങോട്ട് പറയാൻ ഭാവിക്കുകയായിരുന്നു. എന്നെ അദ്ദേഹത്തിന് നന്നായി അറിയാം. എന്നെ അറിയാമായിരുന്നിട്ടും അദ്ദേഹം അത് ഭാവിച്ചില്ല. വിഷ്ണുദേവന്റെ മനസ്സ് പിന്നോട്ടു പോയി. ഓമല്ലൂർക്കാവിൽ ഭഗവതിയെക്കുറിച്ചറിയാൻ ദേവപ്രശ്നത്തിന് വന്ന സൂര്യമിത്രൻ അവിടെ വന്നതും അദ്ദേഹത്തിന് സംശയം തോന്നിയതും എല്ലാം വിഷ്ണു ഓർത്തു. ഇപ്പോൾ അദ്ദേഹത്തെ കാണണമെന്നാണോ ദേവപ്രിയ പറയുന്നത്? വിഷ്ണു ചോദിച്ചു. കാണണം. ഇവിടെ നിന്നും സൂര്യമനയിലെത്താൻ വളരെ അകലമുണ്ടല്ലോ. വിഷ്ണു തന്നോട് തന്നെ പറഞ്ഞു. അക്കാര്യം വിഷമിക്കേണ്ട, ഞാൻ അവിടെ കൊണ്ടുപോയി ആക്കാം, ദേവപ്രിയ പറഞ്ഞു. അതിനുശേഷം അവൾ പെട്ടെന്ന് വിഷ്ണുവിനെയും കൊണ്ട് ആകാശത്തിലൂടെ പറന്ന സൂര്യമനയുടെ പടിപ്പുര വാതിൽക്കൽ അവർ വന്നു. ഞാൻ ആ പാലച്ചുവട്ടിൽ നിൽക്കാം, വിഷ്ണു പോയിട്ട് വരൂ, അവൾ പറഞ്ഞു. ദേവപ്രിയ ഏഴിലം പാലയുടെ ചുവട്ടിലേക്ക് നീങ്ങിപ്പോകുന്നത് വിഷ്ണുദേവൻ കണ്ടു. വിഷ്ണുദേവൻ സൂര്യമനയുടെ പടിപ്പുര കടന്ന് മുറ്റത്തെത്തിയപ്പോൾ സൂര്യമിത്രൻ നമ്പൂതിരിപ്പാട് വരാന്തയിൽ ഇരിക്കുന്നത് കണ്ടു. അദ്ദേഹം തനിച്ചല്ല ഉണ്ടായിരുന്നത്, കൂടെ മറ്റൊരാളും ഉണ്ടായിരുന്നു. അതൊരു സ്ത്രീയായിരുന്നു. ആരാണ്? വിഷ്ണുവാണോ? സൂര്യമിത്രൻ ചോദിച്ചു. അതെ, ഞാൻ തന്നെ. ഈ സമയം അവിടെ ഇരുന്ന സ്ത്രീ എഴുന്നേറ്റു. പെട്ടെന്ന് അവരെ കണ്ടതുമില്ല. വിഷ്ണുദേവന് അത്ഭുതം തോന്നി. നിമിഷനേരം കൊണ്ടാണ് ആ സ്ത്രീ അപ്രത്യക്ഷയായത്. ഇരിക്കൂ വിഷ്ണു, എന്നിട്ട് സംസാരിക്കാം, സൂര്യമിത്രൻ പറഞ്ഞു. വിഷ്ണു ഇരുന്നു. കൂടെ വന്നയാൾ എവിടെ? തിരുമേനി ചോദിച്ചു. പുറത്തുണ്ട്, അവിടെ പാലച്ചുവട്ടിൽ. ഇപ്പോൾ ഇവിടെയുണ്ടായിരുന്നത് അത്തരത്തിലുള്ള ഒരാൾ തന്നെയാണ്. നേരോ? വിഷ്ണു അത്ഭുതത്തോടെ ചോദിച്ചു. അതെ, ഞാൻ ഊണ് കഴിഞ്ഞ് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു മുഷിവ് തോന്നി. തെക്കുപുറത്തുനിന്ന് ഒരാളെ വിളിച്ചു. എന്തെങ്കിലും സംസാരിക്കാമല്ലോ എന്ന് കരുതിയാണ്. അവർക്കൊക്കെ ഒരുപാട് കഥകളറിയാം. നമുക്കൊന്നും സങ്കല്പിക്കാൻ കൂടി കഴിയാത്ത കഥകൾ. അതുപോട്ടെ, പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? തിരുമേനി തിരക്കി. ശക്തിയായ ഒരെതിരാളി ഞങ്ങൾക്കുണ്ടായിരിക്കുന്നു. ഇത്രനാൾ അവരെ എതിർത്തു നിന്നു. ഭഗവതി കൂട്ടിനുണ്ടല്ലോ, പിന്നെന്താ പേടിക്കുന്നത്? എപ്പോഴും ദ്വാരപാലികയെക്കുറിച്ച് ചിന്തിക്കാൻ ഭഗവതിക്ക് കഴിയുമോ? വിഷ്ണു ചോദിച്ചു. ആ പറഞ്ഞത് ശരിയാണ്. ദീപാരാധനയും മറ്റും നടക്കുമ്പോൾ ദേവി ആശ്രിതരുടെ പ്രാർത്ഥന കേൾക്കണമല്ലോ. ഈ സമയം എന്തെങ്കിലും ചെയ്താൽ ഫലിക്കുമോ എന്നാണ് ഞങ്ങളുടെ പേടി. ഇപ്പോൾ പെട്ടെന്ന് വരാനുള്ള കാരണം?
ഒരു സംശയം തോന്നി. ദേവപ്രിയയുടെ ഒരു തലമുടി കരിഞ്ഞു. ഓഹോ, അങ്ങനെയാണോ? തിരുമേനി അല്പസമയം ധ്യാനത്തിലിരുന്നു. അതിനുശേഷം പറഞ്ഞു, അപ്പുറത്ത് ശക്തിയായ ഒരു ഹോമം നടത്തുന്നതിനുള്ള വട്ടം കൂട്ടലുകളാണ്. ഏതിനും നിങ്ങൾ പോന്നത് നന്നായി. തിരുമേനി വീണ്ടും ചില രാശികൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തു. വളരെ ആലോചിച്ചാണ് ഇന്ന് അവർ ദിവസം കണ്ടുപിടിച്ചത്, തിരുമേനി പറഞ്ഞു. അതെന്താ തിരുമേനി? വിഷ്ണുദേവൻ ചോദിച്ചു. ഇന്ന് ദുർഗാഷ്ടമിയാണ്. വളരെയധികം സമയത്തോളം ദേവി ശ്രീകോവിലിൽ കാണുകയില്ല. ആ സമയം നോക്കിയാണ് അവിടെ ഹോമം നടത്തുന്നത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? വിഷ്ണു അന്വേഷിച്ചു. ഒക്കെ ഞാൻ പറഞ്ഞു തരാം, സമാധാനമായി ഇരിക്കൂ. തിരുമേനി മനസ്സില്ലാ മനസ്സോടെ രാശിപ്പലക എടുത്തു. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊരു പതിവില്ലാത്തതാണ്. എന്നാൽ അപ്പോഴത്തെ സാഹചര്യത്തിൽ എടുക്കാതെ പറ്റില്ലായിരുന്നു. സൂര്യമിത്രൻ നമ്പൂതിരിപ്പാട് രാശിപ്പലക എടുത്ത് മുൻപിൽ വെച്ചു. പൂർവികന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കവടി സഞ്ചിയെടുത്ത് നമസ്കരിച്ചു. എന്നിട്ട് ഒരു പിടി വാരി രാശിപ്പലകയിൽ വെച്ചു. അവിടെ നിന്നും ഭാഗിച്ചു. ഒടുവിൽ എണ്ണം പറഞ്ഞു കൂട്ടി കുറച്ച് ഗുണിച്ച് ഹരിച്ചു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് യാതൊരു മാറ്റവും ഉണ്ടായില്ല. എന്താണതിന് കാരണമെന്ന് വിഷ്ണു ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. തിരുമേനി 2 തവണ കൂടി രാശി നിരത്തി. അവസാനം പറഞ്ഞു, അതിഭയങ്കരമായ ഒരു രുദ്രഹോമം നടത്തുവാൻ ആരോ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു. രക്ഷപ്പെടുന്ന കാര്യം ദൈവനിശ്ചയമാണ്. നേരോ? അപ്പോൾ ഞങ്ങൾ ഊഹിച്ചത് ശരിയാണല്ലോ. വിഷ്ണു പുറത്തേക്ക് കണ്ണയച്ചുകൊണ്ട് പറഞ്ഞു. ആയിരിക്കാം, ഞാൻ ഒന്നുകൂടി നോക്കട്ടെ. തിരുമേനി വീണ്ടും ഗണിച്ചു നോക്കി. പത്മവ്യൂഹം കാണുന്നു, തിരുമേനി പറഞ്ഞു. വിഷ്ണുദേവന്റെ കണ്ണുകൾ ചോദ്യചിഹ്നങ്ങളായി സൂര്യമിത്രൻ നമ്പൂതിരിയിൽ പതിഞ്ഞു. അതെ, ആർക്കും അങ്ങോട്ട് കടന്നു ചെല്ലാൻ പറ്റാത്ത വിധം എല്ലാ പാതായനങ്ങളും അടച്ചിരിക്കുകയാണ്. എന്നാൽ അകത്തു പെട്ടുപോയാൽ രക്ഷപ്പെടുന്ന കാര്യം ബുദ്ധിമുട്ടുമാണ്. സൂര്യമിത്രൻ നമ്പൂതിരിപ്പാട് എങ്ങും തൊടാതെയാണ് സംസാരിക്കുന്നത്. വിഷ്ണുദേവന് ആകെ പരിഭ്രമമായി. ഉഗ്രപ്രതാപശാലിയായ സൂര്യമിത്രൻ നമ്പൂതിരി വിഷമിക്കുന്നത് കണ്ടപ്പോൾ വിഷ്ണുവിന് എന്തു ചെയ്യാൻ കഴിയും? വിഷ്ണു, കാരണം എന്താണെന്നോ? ദേവപ്രിയയുടെ നാൾ ഉത്രം നാളാണ്. 17 വയസ്സ് മുതൽ 36 വരെ അവൾക്ക് ശനിദശയാണ്. ഇപ്പോൾ അവൾക്ക് 21. അതാണ് കാരണം. അതിനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ആലോചിക്കട്ടെ. അദ്ദേഹം വീണ്ടും ആലോചനയിലാണ്ടിരുന്നു. സൂര്യമിത്രൻ നമ്പൂതിരിപ്പാടിൻ്റെ കണ്ണുകൾ അടഞ്ഞിരുന്നെങ്കിലും അവിടെ കൃഷ്ണമണി ഉരുണ്ടുമറിയുന്നത് കാണാമായിരുന്നു. അതിനെതിരായി മറ്റൊന്നിനെ കാണുവാൻ എനിക്ക് കഴിയുന്നില്ല. തിരുമേനി പെട്ടെന്ന് കണ്ണു തുറന്നു. അധ്യായം 45. മറ്റൊരു മാർഗവുമില്ലെന്ന് സൂര്യമിത്രൻ നമ്പൂതിരിപ്പാട് പറഞ്ഞപ്പോൾ വിഷ്ണുദേവൻ ആകെ വിഷമിച്ചു. യാതൊരു ഒഴിവുമില്ലേ തിരുമേനി? വിഷ്ണു ചോദിച്ചു. വിഷ്ണുവിന് കാര്യം മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ അവിടെ എന്താ നടക്കുന്നുവെന്ന് ഞാൻ അങ്ങോട്ട് തെളിച്ചു പറയാം. ഒരു കരിമ്പൂച്ചയെ യഥാസ്ഥാനത്ത് സങ്കല്പിച്ചു നിർത്തി രുദ്രമന്ത്രം ചൊല്ലി ദഹിപ്പിക്കാനുള്ള ഒരുക്കമാണവിടെ. അതിനെ വെല്ലാൻ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെയുണ്ട്. പക്ഷേ ഒരു മാറ്റം ഉണ്ടാവാമെങ്കിൽ രക്ഷപ്പെടാൻ കഴിയും, തിരുമേനി പറഞ്ഞു. അതുകൊണ്ടെന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ കഴിയുന്ന രീതിയിൽ ദേവപ്രിയ നിലകൊണ്ടാൽ ആപത്താണ്. ഒരു ചെറിയ മാറ്റം വന്നാൽ രക്ഷപ്പെടും. അതെങ്ങനെയാണ്? തൽക്കാലത്തേക്ക് മാത്രം പഴയ സ്ഥാനത്ത് തന്നെ നിൽക്കുക. മനസ്സിലായില്ല? എന്നുവെച്ചാൽ ഓമല്ലൂർക്കാവ് ഭഗവതിയുടെ ദ്വാരപാലികയല്ലേ ദേവപ്രിയ? അതെ. 1-2 നാളത്തേക്ക് ആ സ്ഥാനത്ത് തന്നെ നിൽക്കേണ്ടി വരും. ക്ഷേത്രവളപ്പിനുള്ളിൽ ഒരു രുദ്രപ്രയോഗവും നടക്കില്ല. എന്തു വന്നാലും ദേവി തടഞ്ഞോളും. വീണ്ടും അവിടെ നിൽക്കണമെന്നാണോ തിരുമേനി പറയുന്നത്? അതല്ലാതെ മറ്റു മാർഗമല്ല വിഷ്ണു. വിഷ്ണുദേവൻ ആലോചിച്ചു നോക്കി. ഒരു വിഷമഘട്ടത്തിലാണ് താൻ വന്നു പെട്ടിരിക്കുന്നത്. ആലോചിച്ചു നോക്കിയിട്ട് രക്ഷപ്പെടാൻ യാതൊരു മാർഗവും കാണുന്നില്ല. ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ മടികാട്ടുന്ന ആളല്ല സൂര്യമിത്രൻ നമ്പൂതിരിപ്പാട്. കേട്ടോ വിഷ്ണു, നിങ്ങളെ പരിചയപ്പെട്ടതിൽ തന്നെ എനിക്ക് സന്തോഷമുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ഭാഗ്യവാനാണ്. യക്ഷിയെന്നൊക്കെ പറയുന്ന ആ സങ്കല്പത്തിന് തന്നെ നിങ്ങൾ മാറ്റം വരുത്തിയിരിക്കുന്നു. ആ പേര് കേൾക്കുമ്പോൾ തന്നെ സാധാരണഗതിയിൽ ഭയന്നു പോവുകയാണ് ചെയ്യുന്നത്. തിരുമേനി അറിയാത്ത പലതുമുണ്ട്. എന്നെയും എൻ്റെ കുടുംബത്തെയും സംബന്ധിച്ചിടത്തോളം തകർന്നു നിന്ന ഘട്ടത്തിലാണ് അവളെൻ്റെ സ്വന്തമായത്. അതിനുശേഷം എനിക്ക് അഭിവൃദ്ധി മാത്രമേ ഉണ്ടായുള്ളൂ. എത്രയെത്ര നേട്ടങ്ങൾ! ഒരിക്കൽ എന്നെ കണ്ടാൽ പുച്ഛിച്ചിരുന്നവർ ഇന്ന് എന്നെ കാണുമ്പോൾ എണീൽക്കുന്നു. എനിക്ക് തന്നെ അത്ഭുതം തോന്നിപ്പോകുന്നു. 5 ലക്ഷത്തിൽ ഒരാൾക്ക് ഈ ലോകത്തിൽ സംഭവിക്കുന്ന ഒന്നാണ് നിങ്ങൾക്ക് സംഭവിച്ചത്. അതുതന്നെ ഇത്തരത്തിൽ ആർക്കും ഗുണം ചെയ്തിട്ടില്ല. അതൊരു ഭാഗ്യമാണ്, തിരുമേനി പറഞ്ഞു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? വിഷ്ണു ചോദിച്ചു. ഞാൻ പറഞ്ഞത് തന്നെ. ദേവപ്രിയയോട് ദ്വാരപാലികയുടെ സ്ഥാനത്ത് പോയി നിൽക്കാൻ പറയുക. തൽക്കാലം അങ്ങനെ ചെയ്യൂ.
അങ്ങനെ നിന്നു കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഞാൻ നേരിടാം. സൂര്യമിത്രൻ ഉറപ്പുകൊടുത്തു. വിഷ്ണുദേവൻ അവിടെ നിന്നും ദേവപ്രിയയുടെ അടുത്തെത്തി എല്ലാ വിവരങ്ങളും അവളെ ധരിപ്പിച്ചു. അദ്ദേഹം അങ്ങനെ പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ അതിനെ നിവൃത്തിയുള്ളൂ. ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം. ദേവപ്രിയ വിഷ്ണുദേവനെയും കൊണ്ട് അവിടെ നിന്നും തിരിച്ചു. ഓമല്ലൂർക്കാവിൻ്റെ ശ്രീകോവിലിന് മുന്നിൽ അവർ എത്തി. വിഷ്ണു, ആ കൂവളത്തറയിൽ പോയി നിൽക്കൂ, അവൾ പറഞ്ഞു. അയാൾ അനുസരിച്ചു. അവൾ ശ്രീകോവിലിനുള്ളിലേക്ക് നോക്കിയപ്പോൾ ദേവിയെ കണ്ടില്ല. അവൾ നിന്നിരുന്ന സ്ഥാനത്തുമില്ല. മന്ദാകിനി, ദേവി എവിടെ? ദേവനാഗിരി ഭാഷയിൽ അവൾ ചോദിച്ചു. ഇന്ന് ദുർഗാഷ്ടമിയാണെന്ന് അറിഞ്ഞുകൂടെ? നീരാടാൻ പോയി. നീ എന്തേ പോകാത്തത്? ഞാൻ വരണ്ടെന്ന് ദേവി പറഞ്ഞു. ആരെങ്കിലും ഇവിടെ വേണ്ടേ? അപ്പോൾ സമയം അർദ്ധരാത്രിയോടടുക്കുകയാണ്. ഈ സമയം വടക്കു നിന്ന് ഒരു ചുവന്ന പ്രകാശം പാഞ്ഞു വരുന്നത് ദേവപ്രിയ കണ്ടു. അതിൻ്റെ വരവിൻ്റെ വേഗത അവൾ കണക്കുകൂട്ടി കണ്ടുപിടിച്ചു. ആരാണ് അയച്ചതെന്നും എവിടെ നിന്നാണ് വരുന്നതെന്നും അവൾ മനസ്സിലാക്കി. ജയന്തൻ അയച്ച ആഗ്നേയ അസ്ത്രമാണ് അതെന്ന് അവൾ മനസ്സിലാക്കി. അത് ക്ഷേത്രത്തിന് നേർക്ക് ലക്ഷ്യം വെച്ച് പാഞ്ഞടക്കുകയാണെന്ന് ബോധ്യമായപ്പോൾ പെട്ടെന്ന് അവൾ ശ്രീകോവിലിനരികത്തേക്ക് കയറിക്കൂടി. വിഷ്ണുദേവനും അത് കാണുന്നുണ്ടായിരുന്നു. അതീവ ശക്തമായ ഒന്ന് ഹുങ്കാരം പുറപ്പെടുവിച്ചുകൊണ്ട് പാഞ്ഞു വരികയാണെന്ന് അയാൾക്കും തീർച്ചയായി. സൂര്യമിത്രൻ പറഞ്ഞത് ശരിയാണെന്ന് അയാൾക്ക് ബോധ്യമായി. എന്തെങ്കിലും ഭീകരസംഭവം അവിടെ ഉണ്ടാവുമെന്ന് ഉറപ്പായതുകൊണ്ട് എന്താണ് അതെന്നറിയാൻ വേണ്ടി വിഷ്ണുദേവൻ കൂവളത്തറയിൽ തന്നെ നിന്നു. ചീറിപ്പാഞ്ഞു വന്ന അസ്ത്രത്തിൻ്റെ ആകൃതിയുണ്ടായിരുന്ന ആ ചുവന്ന പ്രകാശം ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്ന ആൽവൃക്ഷത്തിൻ്റെ വലിയ ഒരു കമ്പ് ഛേദിച്ചുകൊണ്ട് മുന്നോട്ട് പാഞ്ഞു. അതിഭയങ്കരമായ ശബ്ദത്തോടെ ആ കമ്പ് താഴെ വീണു. ആ അസ്ത്രം ശ്രീകോവിലിൻ്റെ വാതിൽക്കൽ പോയി നിലയായി. ആ കാഴ്ച കണ്ട് വിഷ്ണുദേവൻ ഞെട്ടിത്തെറിച്ചു നിന്നു. ഇത്തവണ ജയന്തൻ എല്ലാവിധ സംഹാര രീതികളും ഒന്നിച്ചു ചേർത്ത് അയച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് രക്ഷപ്പെടുക? അയാൾ ചിന്തിച്ചു. ഭയങ്കരമായി ശക്തിയാർജിച്ച ആ അസ്ത്രം ഒരു പ്രത്യേക ശബ്ദത്തോടെ മൂളിക്കൊണ്ട് അവിടെ നിൽക്കുകയാണ്. സൂര്യമിത്രൻ ഉപദേശിച്ചത് എത്രയോ സത്യമാണെന്ന് വിഷ്ണുവിന് മനസ്സിലായി. അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ അസ്ത്രം അതിൻ്റെ ജോലി ചെയ്യുമായിരുന്നു. ശക്തന്മാരായ മന്ത്രവാദികൾ ഹോമാഗ്നിയിൽ പൈശാചിക ശക്തികളെയും യക്ഷി ഗന്ധർവാദികളെയും മാന്ത്രിക സിദ്ധി ഉപയോഗിച്ച് ആവാഹിച്ച് എരിച്ചു കളയുന്ന സംഭവം അറിയാമായിരുന്നു. അതുപോലെയുള്ള ഒന്നാണ് അതിൻ്റെ വിപരീത ഫലത്തിൽ കൂടി ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഹോമാഗ്നിയിലെ ശക്തികൾ എല്ലാം ചേർത്ത് ഒരു അസ്ത്രമായി രൂപാന്തരപ്പെടുത്തി ദേവപ്രിയയെ ഇല്ലായ്മ ചെയ്യാൻ ജയന്തൻ അയച്ചിരിക്കുകയാണ്. ഇതെല്ലാം ദേവപ്രിയയും കാണുന്നുണ്ടായിരുന്നു. അവൾ ശ്രീകോവിലിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നശിപ്പിക്കുവാൻ കാത്തു നിൽക്കുന്ന അസ്ത്രത്തെ നോക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്നും പുറത്തേക്കിറങ്ങാൻ വയ്യാത്ത ഒരവസ്ഥയിലായിരുന്നു അവൾ. ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നതുകൂടി വ്യക്തമല്ല. അപ്പോൾ സമയം 3-ാം യാമത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ദുർഗാഷ്ടമി നാളായതുകൊണ്ട് ദേവി അപ്പോഴെങ്ങും വരാൻ സാധ്യത കാണുന്നില്ല. ദേവി വന്നിരുന്നെങ്കിൽ പരിഹാരമുണ്ടാകുമെന്ന് തീർച്ചയാണ്. അതിന് ഇനിയും ധാരാളം സമയം വേണ്ടിവരും. അങ്ങനെ വിനാഴികകൾ മുന്നോട്ടു പോകുമ്പോൾ ക്ഷേത്രത്തിൻ്റെ വലതുഭാഗത്തോടുകൂടി ഒരു പ്രകാശധാര പോലെ ദിവ്യ ജ്യോതിസായ ദേവി വരുന്നത് വിഷ്ണുദേവൻ കണ്ടു. ശ്രീകോവിലിനടുത്തെത്തിയപ്പോൾ ദേവി നിന്നു. അതിനു മുന്നിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചുവന്ന പ്രകാശം കാണുകയും ചെയ്തു. ദേവി അപ്പോൾ ഒഴിഞ്ഞുകിടന്നിരുന്ന ദേവപ്രിയയുടെ സ്ഥാനത്ത് കയറി നിൽക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ശക്തിരൂപിണിയായ ദേവി നിശ്ചലയാവുന്നതെന്ന് വിഷ്ണുദേവന് മനസ്സിലായില്ല. പക്ഷേ സംഗതി മറ്റൊരു വിധത്തിലായിരുന്നു. മാന്ത്രികനായ ജയന്തൻ എവിടെയെല്ലാം മന്ത്രവിദ്യകളാൽ കെട്ടണമോ അവിടെയെല്ലാം കെട്ടിയിരുന്നു. ഇന്നുവരെ ഒരിക്കലും ചെയ്യാത്ത തരത്തിലുള്ള മാന്ത്രിക വിദ്യയായിരുന്നു അയാൾ നടത്തിയത്. ആദ്യം തൻ്റെ ജട പറിച്ച് ഹോമകുണ്ടത്തിലിട്ടു. ശക്തിസ്വരൂപിണിയായ ദുർഗയായിരുന്നു അയാൾ പ്രാർത്ഥിച്ചത്. അതുകൊണ്ടും രക്ഷയില്ലെന്ന് തോന്നിയ ജയന്തൻ തൻ്റെ വലതു കൈയുടെ തള്ളവിരലിൽ നിന്നും രക്തം ഹോമാഗ്നിയിൽ ചീന്തി. അതുകൊണ്ടും രക്ഷയില്ലെന്ന് മനസ്സിലായപ്പോൾ അയാൾ തന്നെ സ്വയം ഹോമിക്കാൻ ഒരുങ്ങി. അറയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന ഭാരം കൂടിയ വാളെടുത്ത് മൂർച്ച വരുത്തി തലയ്ക്ക് മുകളിൽ ചരടിൽ ബന്ധിച്ച് ആ ചരടിൻ്റെ അഗ്രം ഹോമാഗ്നിയിലെ ജ്വാലയിൽ ദഹിപ്പിച്ചു. ശിരസിലേക്ക് ആഞ്ഞു വന്ന വാൾ ദേവി കൈത്തലം കൊണ്ട് താങ്ങി. ശിഷ്ടനാണെങ്കിലും ദുഷ്ടനാണെങ്കിലും ഭക്തി കൊണ്ട് മൂടിയാൽ കണ്ണു തുറക്കുന്നവരാണ് ദേവതകളെന്ന് ജയന്തൻ അറിയാമായിരുന്നു. രാവണനും ഇന്ദ്രജിത്തിനും ദൈവങ്ങളാണ് ശക്തി നൽകിയത്. അവർ ഒരിക്കൽ പോലും നല്ലതിനു വേണ്ടിയായിരുന്നില്ല പല ആയുധങ്ങളും സ്വരൂപിച്ചു കൂട്ടിയത്. നല്ല ആളുകളെ നിഗ്രഹിക്കാൻ വേണ്ടിയായിരുന്നു. ആ സാഹചര്യത്തിൽ ദേവി പോലും നിഷ്ക്രിയയായിപ്പോയി.
വിഷ്ണുദേവൻ ഉടൻ തന്നെ ആ പാതിരാത്രിയിൽ സൂര്യമിത്രൻ നമ്പൂതിരിപ്പാടിൻ്റെ അടുക്കലേക്ക് അതിവേഗം നടന്നു. രാത്രിയുടെ 3-ാം യാമം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ അയാൾ അവിടെ എത്തിച്ചേർന്നു. തിരുമേനി അപ്പോഴും ഉറങ്ങിയിരുന്നില്ല. അദ്ദേഹം വരാന്തയിൽ തന്നെ ഉണ്ടായിരുന്നു. പടിപ്പുര കടന്ന് ഓടിയെത്തിയ വിഷ്ണുദേവനെ അദ്ദേഹം കണ്ടു. എന്താ വിഷ്ണു, ഞാൻ പറഞ്ഞതുപോലെയൊക്കെ തന്നെയല്ലേ കാര്യങ്ങൾ? അതേ തിരുമേനി, യാതൊരു മാറ്റവുമില്ല. എന്താണ് ഇപ്പോൾ അവിടെ കണ്ടത്? ജയന്തൻ വിട്ട ഒരസ്ത്രം ശ്രീകോവിലിന് മുന്നിൽ നിൽക്കുന്നു, ദേവപ്രിയയെയും കാത്ത്. സൂര്യമിത്രൻ തിരുമേനി അല്പസമയം കണ്ണുകളടച്ച് ധ്യാനത്തിലാണ്ടു. അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ പലതരത്തിലുള്ള ചലനങ്ങളുണ്ടാകുന്നത് വിഷ്ണുദേവൻ കണ്ടു. അവസാനം അദ്ദേഹം കണ്ണുകൾ തുറന്നു. അവൾക്കിപ്പോൾ മോശമായ സമയമാണ്. അവളുടെ ജന്മത്തിലെ ഏറ്റവും ഭയാനകമായ ഘട്ടമാണിത്. ദേവിക്കല്ലാതെ മറ്റാർക്കും അവളെ രക്ഷിക്കാൻ കഴിയില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അതിന് മറുപടി പറയാതെ സൂര്യമിത്രൻ തിരുമേനി കണ്ണുകൾ അടച്ചിരുന്നു. അധ്യായം 46. സൂര്യമിത്രൻ നമ്പൂതിരിപ്പാട് മനസ്സിൽ ഉരുവിട്ട മന്ത്രാക്ഷരങ്ങൾ ദേവിയുടെ മുന്നിൽ പൂക്കളായി വീണുകൊണ്ടിരുന്നു. തൻ്റെ പാദത്തിൽ മുത്തുകൾ പോലെ പതിക്കുന്ന കുങ്കുമപ്പൂക്കൾ കണ്ടപ്പോൾ ദേവി തൻ്റെ തിരുനെറ്റിയിൽ സൂര്യമിത്രനെ കണ്ടു. അയാൾ അപേക്ഷിക്കുന്നത് തൻ്റെ ദാസിയെ രക്ഷിക്കാനാണ്. മറ്റൊരാൾ ആവശ്യപ്പെടാതെ ദേവപ്രിയയെ സഹായിക്കാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു ഓമല്ലൂർക്കാവിലെ ഭഗവതി. ദേവിയുടെ ശക്തിപ്രഭാവം ഒരു ജ്യോതിസായി അവിടെ നിന്നും ഉയർന്ന് ശ്രീകോവിലിൻ്റെ മുന്നിൽ വന്നു നിന്നു. അപ്പോഴും ജയന്തൻ അയച്ച മാരകമായ അസ്ത്രം ലക്ഷ്യം നോക്കി നിൽക്കുകയായിരുന്നു. ദേവി ഒരു അഗ്നിജ്വാലയായി മുന്നോട്ട് നീങ്ങി. അസ്ത്രം നിലകൊള്ളുന്ന ഭാഗത്ത് ചെന്ന് ആ ജ്വാല അസ്ത്രത്തെ ആവാഹിച്ചു. അസ്ത്രം കത്തിയെരിഞ്ഞ് ഇല്ലാതാവുകയും ചെയ്തു. അതിനുശേഷം ദേവി പഴയ സ്ഥാനത്ത് വന്ന് കുടിയിരിക്കുകയും ചെയ്തു. ദേവപ്രിയ ശ്രീകോവിലിൽ നിന്നിറങ്ങി വിഷ്ണുദേവൻ്റെ അടുത്തേക്കോടി. ദാ, ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നു. നമുക്ക് വളരെ വേഗം ഇവിടെ നിന്നും പോകണം, അവൾ വിഷ്ണുവിനെ നിർബന്ധിച്ചു. അവർ ഇരുവരും കൂടി അതിവേഗത്തിൽ അവിടെ നിന്നും കുരുക്ഷേത്രത്തു മനയിലേക്ക് പോയി. ഇവിടെ ആരും വരില്ലെന്ന് ഉറപ്പാണ്, വിഷ്ണു പറഞ്ഞു. ശരിയാണ്, ഈശ്വരഭക്തി നിറഞ്ഞിരിക്കുന്ന ഇവിടെ ദുർമന്ത്രവാദികൾ നടത്തുന്ന ഒന്നും കടന്നു വരില്ല. ഇവിടെ അവർ വിചാരിച്ചാൽ എന്നെയൊന്നും ചെയ്യുക സാധ്യമല്ല. പക്ഷേ? എന്തു പക്ഷേ? വിഷ്ണു ചോദിച്ചു. ഈ മന അശുദ്ധമാക്കിയാൽ ഇവിടേക്ക് അവർക്ക് എന്തും ചെയ്യാൻ സാധിക്കും. അതിന് നമ്മൾ ഇവിടെ വെച്ച് പൂജകളൊന്നും മുടക്കാറില്ലല്ലോ. ശരി തന്നെ, പക്ഷേ നാം വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ അപകടങ്ങൾ സംഭവിക്കും. അല്ല, മനയ്ക്കുള്ളിൽ ആര് എന്ത് അശുദ്ധമാക്കാനാണ്? ചുടലയിലെ ഭസ്മം വിതറിയാൽ അശുദ്ധമാവുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ സാക്ഷാൽ മഹേശ്വരൻ ചുടല ഭസ്മമായിരുന്നല്ലോ നെറ്റിയിൽ അണിഞ്ഞിരുന്നത്, വിഷ്ണു അങ്ങോട്ട് ചോദിച്ചു. സംഹാരമൂർത്തിയായ മഹേശ്വരന് എന്താ ചെയ്തുകൂടാത്തത്? അദ്ദേഹം തൊടുന്നതെല്ലാം വിശുദ്ധമാവില്ലേ? ഈശ്വരൻ ആരുടെയെങ്കിലും ഭസ്മം തൊട്ടാൽ ആ മനുഷ്യജീവിക്ക് മോക്ഷപ്രാപ്തി കിട്ടിയതു തന്നെ. പക്ഷേ ഇത് അങ്ങനെയല്ലല്ലോ. നമ്മെ ഉപദ്രവിക്കാൻ വേണ്ടി ആരെങ്കിലും കൊണ്ടിട്ടാലോ? ശരിയാണ്, ഞാനത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഈ അവസരത്തിൽ ജയന്തൻ ഹോമകുണ്ടത്തിനരികെയിരുന്ന് മന്ത്രം ജപിക്കുകയായിരുന്നു. കാര്യം സാധിക്കുന്നത് വരെ മന്ത്രോച്ചാരണം നിർത്തുന്നത് ശരിയല്ലെന്ന് അറിയാമായിരുന്നതുകൊണ്ട് അയാൾ മന്ത്രം ചൊല്ലിക്കൊണ്ടേയിരുന്നു. അങ്ങനെയിരിക്കുമ്പോൾ പെട്ടെന്ന് ഹോമകുണ്ടത്തിൽ നിന്നും ഒരു ചുവന്ന പ്രകാശം മുകളിലേക്ക് ഉയർന്നു വന്നു. അത് അയാൾ അയച്ച സംഹാരാസ്ത്രം തന്നെയായിരുന്നു. എന്ത്, ഇതിവിടെ തിരിച്ചെത്തിയോ? ഇതെങ്ങനെ സംഭവിച്ചു? അയാൾ ചോദിച്ചു. പക്ഷേ അതിന് മറുപടി ഉണ്ടായില്ല. അന്തരീക്ഷത്തിൽ അത് വിലയം പ്രാപിക്കുകയും ചെയ്തു. എവിടെയോ അപാകത സംഭവിച്ചിട്ടുണ്ടെന്ന് ജയന്തന് ബോധ്യമായി. ഉടൻ തന്നെ വിവരമറിയണമെന്നും അയാൾ ആഗ്രഹിച്ചു. തറവാടിൻ്റെ തെക്ക് ഭാഗത്ത് കുടിയിരുത്തിയിരിക്കുന്ന ഒരു ഉഗ്രമൂർത്തിയെ മുന്നിൽ വരുത്തി. അയാളുടെ ആജ്ഞയ്ക്ക് കാത്തു നിൽക്കുന്ന ആ പൈശാചിക രൂപത്തോട് ജയന്തൻ കൽപ്പിച്ചു. കഴിവതും വേഗം എന്നെ ഓമല്ലൂർക്കാവിൻ്റെ മുന്നിലെത്തിക്കണം. തൻ്റെ മുന്നിൽ കുനിഞ്ഞു നിന്ന കരിമ്പടക്കെട്ടിന് തുല്യമായ ആ ഭീകരരൂപത്തിൻ്റെ മുകളിൽ ജയന്തൻ കയറി. ഒരു കാർമേഘ പടലം പോലെ ആകാശത്തിലൂടെ അത് പാഞ്ഞു. നിമിഷങ്ങൾ കൊണ്ട് കാവിൻ്റെ മുന്നിൽ അവർ എത്തിക്കഴിഞ്ഞു. ജയന്തൻ ആ പരിസരം മുഴുവൻ നോക്കി. ആദ്യമായിട്ടാണ് അവിടെ എത്തുന്നത്. പലതവണ അവിടെ ചെല്ലണമെന്ന് കരുതിയിരുന്നു. പക്ഷേ ഭയം മൂലമാണ് പോകാതിരുന്നത്. ക്ഷേത്രവും പരിസരവും നിശബ്ദതയിൽ മുഴുകിയിരുന്നു. നിലാവിൻ്റെ പ്രകാശം അവിടെവിടെ നിശ്ചലമായി വീണുകിടക്കുന്നു. എങ്ങും യാതൊരനക്കവുമില്ല. ജയന്തൻ ശ്രീകോവിലിന് മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് അകത്തേക്ക് നോക്കി. ഒറ്റ നോട്ടത്തിൽ തന്നെ മാന്ത്രികനായ അയാൾക്ക് ദേവി അതിനുള്ളിലില്ലെന്ന് മനസ്സിലായി. അയാൾ അവിടെ തന്നെ നിന്നുകൊണ്ട് നിശബ്ദമായി മന്ത്രോച്ചാരണങ്ങൾ ഉരുവിട്ടു. അതൊക്കെ ദേവിയെ പ്രീതിപ്പെടുത്തുന്നവയായിരുന്നു. അങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നിട്ടും ഉള്ളിൽ നിന്നും
യാതൊരു പ്രതികരണവും കണ്ടില്ല. അപ്പോൾ അയാൾക്ക് മനസ്സിലായി ദേവി അതിനുള്ളിലില്ലെന്ന്. ശ്രീകോവിലിൻ്റെ വാതിലിന് ഇടതും വലതും നിൽക്കുന്ന ദ്വാരപാലകരെ അയാൾ പിന്നീട് ശ്രദ്ധിച്ചു. നിലാവ് പടിഞ്ഞാറ് ചാഞ്ഞു നിന്നിരുന്നതുകൊണ്ട് 2 പ്രതിമകളും വ്യക്തമായി കാണാമായിരുന്നു. ഓരോന്നിലും അയാൾ സൂക്ഷിച്ചു കണ്ണോടിച്ചു. രണ്ടും ഒരുപോലെ തോന്നിയെങ്കിലും വലതുവശത്തുള്ള പ്രതിമയിൽ വലതു കൈയിൽ കാണേണ്ട വാളിനു പകരം തൃശൂലമാണ് അയാൾ കണ്ടത്. ഓഹോ, അപ്പോൾ അതാണ് കഥ. അയാൾ മനസ്സിലുരുവിട്ടു. മഹാമായ ഇവിടെ കാവൽക്കാരിയായി നിൽക്കുന്നു. ശ്രീകോവിൽ ശൂന്യമായി കാണപ്പെടുന്നു. അതിനുള്ളിൽ ആരും തന്നെയില്ല. അങ്ങനെയാണെങ്കിൽ ദ്വാരപാലികയുടെ പ്രതിമ എവിടെ? അത് ശ്രീകോവിലിനുള്ളിൽ തന്നെ ആയിരിക്കണമല്ലോ. ചേന്നാങ്കേരി മനയിൽ ദാനവേദൻ നമ്പൂതിരിപ്പാടിൻ്റെയാണല്ലോ ക്ഷേത്രം. അദ്ദേഹമാണല്ലോ അന്ന് വന്നിരുന്നത്. ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് അവിടെയൊന്ന് പോകുന്നത് നല്ലതാണെന്ന് ജയന്തന് തോന്നി. അവിടെ നിന്ന് മനസ്സിൽ ഗണിച്ചു നോക്കിയപ്പോൾ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് വലത്തോട്ട് നടന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ മതിയെന്ന് മനസ്സിലായി. ആ ദിക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നു. കുറേ ദൂരം എത്തിയപ്പോൾ ഇടത്തോട്ട് ഒരു ഒറ്റയടി പാത കണ്ടു. നേരിയ പ്രകാശം അവിടെയൊക്കെ വീണു കിടന്നിരുന്നു. അല്പം കൂടി മുന്നോട്ട് പോയപ്പോൾ വഴി അവസാനിച്ചു. ഒരു പഴയ പടിപ്പുരയുടെ മുന്നിലാണ് എത്തിയിരിക്കുന്നത്. ധൈര്യമായി തന്നെ അങ്ങോട്ട് കയറി. മുറ്റത്തിറങ്ങി വിളിച്ചു ചോദിച്ചു, വീട്ടുകാരെ ഉറങ്ങിയോ? ആരാത്? അകത്തുനിന്നും വിളി കേട്ടു. വിശ്വമംഗലം തറവാട്ടിന്ന. അത് കേട്ടപ്പോൾ ദാനവേദന മനസ്സിലായി. താഴ്ത്തി വെച്ചിരുന്ന വിളക്കിൻ്റെ തിരി ഉയർത്തി അതും കയ്യിലെടുത്തുകൊണ്ട് അയാൾ വാതിൽ തുറന്നു. ആരാ? വിശ്വമംഗലം തന്നെയാണോ വന്നിരിക്കുന്നത്? വരാന്തയിൽ വിളക്ക് കാണിച്ചുകൊണ്ട് ദാനവേദൻ ചോദിച്ചു. മറ്റാരുമില്ല, ഞാൻ തനിച്ചാണ്. ജയന്തൻ മറുപടി കൊടുത്തു. ആഹാ, സന്തോഷമായല്ലോ. കേറിയിരിക്കാം. നാണിക്കുട്ടി എണീൽക്കൂ, ഇത്തിരി വെള്ളം ചൂടാക്ക്. അയാൾ തൻ്റെ വളർത്തുമകളോട് വിളിച്ചു പറഞ്ഞു. മക്കളില്ലാഞ്ഞിട്ട് ഭാര്യയുടെ അനുജത്തിയുടെ മകളെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. നാണിക്കുട്ടി അപ്പോൾ തന്നെ പിടഞ്ഞെണീറ്റ് അടുക്കളയിലേക്ക് പോയി. എന്താ ഒരറിവ് തരാതെ ഇങ്ങോട്ടൊക്കെ പോന്നത്? അയാൾ ചോദിച്ചു. ഒക്കെ നല്ല കാര്യത്തിനാ. ഇവിടെ വന്നപ്പോഴാ മനസ്സിലായത് വന്നത് നന്നായെന്ന്. കുളിക്കോ മറ്റോ വേണോ? വേണ്ട വേണ്ട, പൂജ നടത്തിക്കൊണ്ടിരുന്നിടത്തുനിന്നാ ഞാൻ ഇങ്ങോട്ട് പോന്നത്. അതുകൊണ്ട് കുളിയും ജപവും ഒന്നും വേണ്ട. ഇത്തിരി സംസാരിക്കണം, പിന്നെ ബാക്കി. എന്തൊക്കെയാ വിശേഷങ്ങൾ? കാണാതായ വാസുദേവനെക്കുറിച്ച് വല്ല വിവരമുണ്ടോ? ഇപ്പോഴും അന്വേഷണത്തിൽ തന്നെയാ. എന്നെങ്കിലും വരാതിരിക്കില്ല. ജയന്തൻ ദാനവേദനെ സമാധാനിപ്പിച്ചു. നാണിക്കുട്ടി ചായ കൊണ്ടുവന്നു വെച്ചു. കടുംചായ ആയിരുന്നു. ജയന്തൻ അത് ഊതിക്കുടിച്ചു. ഇനി കാര്യം പറയാം. എന്താ? ജയന്തൻ പിന്നോട്ട് ചാരിയിരുന്നു. അതിനുശേഷം തുടർന്നു. ഞാൻ വന്നത് എല്ലാം നേരിലൊന്ന് കാണാനാ. ഇവിടെ വന്നപ്പോൾ ആരും മനസ്സിൽ കൂടി കരുതാത്തതും ഒരിക്കലും എങ്ങും നടന്നിട്ടില്ലാത്തതുമായ ഒരു വസ്തുത ഞാൻ കണ്ടു. എവിടെ? എന്താണത്? ദാനവേദൻ ചോദിച്ചു. എല്ലാം ഞാൻ വിശദമായി പറയാം. ഞാൻ വന്നപ്പോൾ ശ്രീകോവിലിനുള്ളിൽ ദേവിയില്ല. കേട്ടോ ജയന്ത, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാ. ഇപ്പോൾ ദേവി മാറി മറിഞ്ഞും നടക്കുക. ആർക്കും പിടിതരുന്നില്ല. ഇതൊക്കെ ആരെ സഹായിക്കാനാണോ ആവോ? അതറിഞ്ഞുകൂടെ? ദേവിയുടെ സ്വന്തം ആളെ സഹായിക്കാൻ തന്നെ. സ്വന്തം ആളെന്ന് വെച്ചാൽ സ്വന്തം ഇഷ്ടദാസിയെ തന്നെ. പകലൊക്കെ മനുഷ്യജന്മവും രാത്രി സ്വയം വേഷവുമാ. ആരെക്കുറിച്ചാണോ ഈ പറയുന്നത്? ആരെക്കുറിച്ചാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല. അതുകൊണ്ട് പറയുന്നുമില്ല. എന്നാൽ ഞാൻ വിചാരിച്ചാൽ തെളിയിക്കാൻ കഴിയും. പിന്നെ മോചനം കിട്ടാതെ അലയുകയാണ് ഫലം. അതിനിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? ചെയ്യാനൊന്നുമില്ല. ഞാൻ ആവശ്യപ്പെടുന്നത് തരാൻ പറ്റുമോ? എന്താണ് പറഞ്ഞാലും? ഓമല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രം ഇവിടത്തെ വകയല്ലേ? ഒരു സംശയവും വേണ്ട അക്കാര്യത്തിൽ. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? എന്താ അത്? സംഗതി വളരെ നിസ്സാരമാ. നിങ്ങൾ വിചാരിച്ചാലേ അത് പറ്റൂ. എന്തോന്നാ അത്? ശ്രീകോവിലിന് മുന്നിൽ വലതുവശത്തായി ഒരു പ്രതിമയുണ്ട്. ഒരു ദ്വാരപാലികയുടെ. കുറേ ദിവസത്തേക്ക് ഞാൻ അതൊന്ന് കൊണ്ടുപോയിക്കോട്ടെ. അത് കിട്ടിയാൽ വാസുദേവനെ കണ്ടുപിടിക്കാൻ പറ്റിയേക്കും. എങ്കിൽ കൊണ്ടുപോയിക്കോളൂ. യാതൊരു വിരോധവുമില്ല. ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ജയന്തൻ്റെ ഉദ്ദേശം സഫലമായി. ദേവി പ്രതിമയാണ് അയാൾ ചോദിച്ചു വാങ്ങിയിരിക്കുന്നത്. അധ്യായം 47. ചേന്നാങ്കേരി മനക്കിലെ ദാനവേദൻ നമ്പൂതിരിപ്പാടിൻ്റെ അനുവാദം കിട്ടിയതോടുകൂടി തൻ്റെ എല്ലാ ലക്ഷ്യങ്ങളും സഫലമാകുമെന്ന് ജയന്തൻ കരുതി. ദേവി പ്രതിമ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ദേവിക്ക് ഇരിക്കാൻ സ്ഥലമുണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ ഓമല്ലൂർക്കാവിലെ ഭഗവതിയെ അവിടെ നിന്നും ആവാഹിച്ച് തൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. ആവശ്യം വേണ്ടുന്ന പൂജയും ഹോമങ്ങളും ബലികളും നടത്തിയാൽ ദേവി സംപ്രീതയാവുമെന്ന് ജയന്തനറിയാം. കാലങ്ങളായി കാര്യമായ ശീവേലിയും മറ്റും നടക്കാത്ത കാവാണ്. കഷ്ടിച്ചാണ് വല്ലപ്പോഴും പൂജ നടക്കുക.
അതുകൊണ്ട് ദേവി ആഗ്രഹിക്കുന്നത് എന്തും കൊടുക്കാൻ തനിക്ക് കഴിയുമെന്ന് ജയന്തനറിയാം. ജയന്തൻ കാവിന് മുന്നിലെത്തി. വിഗ്രഹം എങ്ങനെ അടർത്തിയെടുക്കണമെന്ന് ചിന്തിച്ചു നിന്നു. എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് കൊണ്ടുപോവുക അതും ആലോചിച്ചു. പെട്ടെന്ന് മറ്റൊരു യുക്തി തോന്നി. പ്രതിമ എന്തിനാണ് കൊണ്ടുപോകുന്നത്? ദേവിയുടെ പ്രതിമയല്ലല്ലോ അത്, ദ്വാരപാലികയുടെ പ്രതിമയല്ലേ. അതുകൊണ്ട് അത് എങ്ങനെയെങ്കിലും അടർത്തിയെടുത്ത് കുളത്തിലെറിയാൻ ജയന്തൻ തീരുമാനിച്ചു. വീണ്ടും അയാൾ മനക്കിലെത്തി. എന്താ പോയില്ലേ? ദാനവേദൻ ചോദിച്ചു. എനിക്ക് 1-2 പണിയായുധങ്ങൾ കിട്ടിയാൽ കൊള്ളാം. വിഗ്രഹം ഇളക്കിയെടുക്കാനാ. ജയന്തൻ പറഞ്ഞു. അതാ അപ്പുറത്തേക്ക് ചെന്നാൽ മതി, ഞാനും വരാം. ദാനവേദനും ജയന്തൻ്റെ കൂടെ പടിഞ്ഞാറ് വശത്തേക്ക് പോയി. തറവാടിൻ്റെ പടിഞ്ഞാറ് വശത്തെ വരാന്തയിൽ തൂമ്പയും പാരയും കൂന്താലിയുമൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഇതിലേതാ വേണ്ടതെന്ന് വെച്ചാൽ എടുത്തോളൂ, ദാനവേദൻ പറഞ്ഞു. ജയന്തൻ ഒരു പാരയും കൂന്താലിയും എടുത്തു. അതുമായി നേരെ ക്ഷേത്രത്തിലേക്ക് നടന്നു. ഉച്ചസമയം കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ വഴിനടപ്പില്ലാത്തതുകൊണ്ട് ആ സമയം ആരും അവിടെ ഉണ്ടായിരുന്നില്ല. ജയന്തൻ ശ്രീകോവിലിൻ്റെ പടിക്കെട്ട് കയറാതെ അതിനപ്പുറത്തുകൂടി മുകളിലേക്ക് വലിഞ്ഞു കയറി. അവിടെ നിന്നുകൊണ്ട് വിഗ്രഹം പതിപ്പിച്ചിരിക്കുന്ന ഭാഗം പാര കൊണ്ട് അടർത്താൻ തുടങ്ങി. കുറേശ്ശെയായി അടർത്തിക്കൊണ്ടിരുന്നു. ഒടുവിൽ വിഗ്രഹം പാര കൊണ്ട് കുത്തിയടർത്തി മുന്നോട്ട് മറിച്ചിട്ടു. അവിടെ നിന്നും ഇടയ്ക്ക് കല്ലുവെച്ച് പാര കൊണ്ട് കുറേശ്ശെ തെറ്റിച്ച് കുളത്തിനടുത്തെത്തിച്ചു. അവിടെ നിന്നുകൊണ്ട് ചുറ്റുപാടും നോക്കി. ആരെയും കണ്ടില്ല. അതുതന്നെ തക്കമെന്ന് കരുതി സർവ്വശക്തിയും ഉപയോഗിച്ച് പ്രതിമ ഉയർത്തി കുളത്തിൻ്റെ അരികിൽ നിന്നും താഴേക്ക് തള്ളി. ഒരു ഭയങ്കര ശബ്ദത്തോടെ ആ പ്രതിമ കുളത്തിലെ വെള്ളത്തിൽ വീണു. അത് ചെന്ന് വീണപ്പോഴുണ്ടായ ആഘാതത്തിൽ വെള്ളം മുകളിലേക്ക് കുതിച്ചു പൊങ്ങി. പായലുകൾ 4 വശത്തേക്കും വഴിമാറി. പ്രതിമ വെള്ളത്തിനടിയിലേക്ക് പോയപ്പോൾ ജലനിരപ്പിന് മുകളിലായി ഓളങ്ങളുണ്ടായി. അല്പസമയം കഴിഞ്ഞപ്പോൾ അകന്നുപോയ പായലുകൾ അടുക്കുകയും ജലനിരപ്പ് നിശ്ചലമാവുകയും ചെയ്തു. ഇപ്പോൾ അവിടെ എന്തെങ്കിലും സംഭവിച്ചതായി തോന്നുകയില്ലായിരുന്നു. ജയന്തൻ തിരിച്ചു നടന്നു. ശ്രീകോവിലിനുള്ളിൽ ഭഗവതിയുണ്ടെന്ന് ജയന്തൻ അറിയാം. ഇനിയിപ്പോൾ എന്തിലെങ്കിലും ഭഗവതിയെ ആവാഹിക്കുകയാണ് വേണ്ടത്. അതേക്കുറിച്ച് ചിന്തിച്ചു നിന്നു. ഏതെങ്കിലും ഒരു ചെറിയ പ്രതിമ കിട്ടിയാൽ മതിയായിരുന്നു. ഭഗവതിയാകുമ്പോൾ പഞ്ചലോഹ നിർമ്മിതമായ ഒരു പ്രതിമയാണെങ്കിൽ ഏറെ നന്ന്. പിന്നെ കൈവിട്ടു പോകാതെ സൂക്ഷിച്ചാൽ മതി. അയാൾ വീണ്ടും ചേന്നാങ്കേരി മനക്കിലെത്തി. എന്താ പോയില്ലേ? ദാനവേദൻ ചോദിച്ചു. ഓരോന്ന് ചെയ്യുമ്പോൾ പിന്നെയും മറ്റോരോന്ന് പൊന്തി വരുന്നു, അയാൾ പറഞ്ഞു. ഇനിയിപ്പോൾ എന്താ വേണ്ടത്? ദാനവേദൻ ചോദിച്ചു. വേണ്ടത് എന്താന്ന് വെച്ചാൽ പഞ്ചലോഹം കൊണ്ടുള്ള ഒരു പ്രതിമയാണ്. അതെന്തിനാ? അതിൽ വേണം ദേവിയെ ആവാഹിച്ചു കൊണ്ടുപോകാൻ. മറ്റേ കാര്യം എന്തായി? അത് പറയാം. വലതുവശത്തെ ദ്വാരപാലികയുടെ പ്രതിമയെടുത്ത് കുളത്തിലിട്ടു. ഇനിയിപ്പോൾ അവിടെ കിടന്നോളും. അവളല്ലേ പ്രധാന കക്ഷി. ഇനി തിരിച്ചു വന്ന് കൂടാനൊക്കില്ല. അങ്ങനെയാച്ചാൽ പിന്നെന്താ ചെയ്യുക? അവിടല്ലേ കളി കിടക്കുന്നത്. ജയന്തൻ പൈശാചികമായി ചിരിച്ചു. പറയൂ, കേൾക്കട്ടെ. അവളിനി വന്നാൽ ചേക്കേറാൻ സ്ഥലമില്ല. അപ്പോൾ പിന്നെ എന്തു ചെയ്യും? വല്ല പാലമരത്തിലോ കരിമ്പനയിലോ തങ്ങേണ്ടി വരും. പിന്നെ പിടിച്ചുകെട്ടാൻ പ്രയാസമില്ല. അവളുടെ അഹമ്മതി അതോടെ തീരുകയും ചെയ്യും. അങ്ങനെയാച്ചാൽ ദേവി ഇവിടെ ഇരിക്കുന്നതല്ലേ നല്ലത്? ദാനവേദൻ ചോദിച്ചു. അതിൻ്റെ രഹസ്യം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതാണ്. ദേവി ഈ വലയത്തിലാണെങ്കിൽ ആർക്കും സ്വാധീനിക്കാൻ കഴിയും. ആർക്കെന്ന് വെച്ചാൽ മനസ്സിലായി കാണുമോ? ഇല്ല. എങ്കിൽ കേട്ടോളൂ. യക്ഷി ഇപ്പോൾ ഗുരുക്ഷേത്രത്തു മനയില. എന്താണീ പറയുന്നത്? അക്കാര്യം ദാനവേദന ഇതുവരെ മനസ്സിലായിട്ടില്ലായിരുന്നു. എൻ്റെ തറവാട്ട് സ്വത്തായിരുന്ന യക്ഷി ഗുരുക്ഷേത്രത്തു മനയിലോ? നിങ്ങൾ എന്താണീ പറയുന്നത്? തറവാട്ട് സ്വത്തെന്നൊക്കെ പറയാമെന്നേ ഉള്ളൂ. ഗുരുക്ഷേത്രത്തു മന എങ്ങനെ കിടന്നതാ? ഇപ്പോൾ അതിൻ്റെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ദാനവേദൻ നമ്പൂതിരിപ്പാട് ആലോചിച്ചു നോക്കി. ശരിയാണല്ലോ ഇയാൾ പറയുന്നത്. കായക്കഞ്ഞിക്ക് അരിയിട്ടില്ല എന്ന് പറഞ്ഞത് തിരിച്ചാണെങ്കിലും ഇവരെ ഉദ്ദേശിച്ച് പാടിയതായിരിക്കും. ഒരു നേരത്തെ വറ്റിന് വകയില്ലാഞ്ഞിട്ട് സരസ്വതി അന്തർജനം പാറക്കുട്ടിയെ ചേന്നാങ്കേരി മനക്കിലേക്ക് പലപ്പോഴും അയക്കാറുണ്ടായിരുന്നു. ആ ചെക്കനാണെങ്കിൽ വായി നോക്കി നടപ്പായിരുന്നു. വല്ലയിടത്തും സദ്യയുണ്ടോയെന്ന് അന്വേഷിച്ച്. പിന്നെ 4 കാശിന് കൊള്ളാത്ത കഞ്ഞി കുടിക്കാൻ വകയില്ലാഞ്ഞിട്ടും കഥകളി പഠിക്കാൻ നടന്നു. ഇപ്പോൾ എന്താ സ്ഥിതി? ഗുരുക്ഷേത്രത്തു മനയെന്ന് കേട്ടാൽ നാട് വിറയ്ക്കും. അളന്നാലും തീരാത്ത നെല്ല് അറയ്ക്കുള്ളിൽ. അടിയാന്മാരാണെങ്കിൽ അനവധി. കാര്യസ്ഥൻ ശങ്കുണ്ണി നായർക്കാണെങ്കിൽ ദിവാന്റെ പദവിയാണ്. ഇപ്പോൾ പഞ്ചായത്തിൻ്റെ അധികാരി കൂടിയാ. മനസ്സിലോർത്ത ശേഷം ദാനവേദൻ ചോദിച്ചു. അപ്പോൾ അയാളുടെ വേളി, അതായത് പരമസുന്ദരിയായ ആ പെണ്ണ്
കാവിൽ നിൽക്കുന്നവളാണോ? പിന്നല്ലേ. എനിക്കിത് വിശ്വസിക്കാൻ കഴിയണില്ലല്ലോ. എന്നാൽ കേട്ടോളൂ, കാൽത്തള കാണാതായില്ലേ? വിഗ്രഹത്തിൻ്റെ കാൽത്തളയൂരി അയാൾക്ക് കൊടുത്തു. പിന്നെ എന്തെല്ലാം കാവിനുള്ളിൽ എന്തുമാത്രം സ്വർണമുണ്ടായിരിക്കണം? അതൊക്കെ നിങ്ങൾക്കറിയോ? അതൊക്കെ വാരിക്കൊടുത്തു കാണും. അല്ലാതെ എങ്ങനെയാ ഈ നിലയ്ക്കെത്തുക? നല്ല കാര്യമായി. ഓഹോ, അപ്പോൾ അതാ കളി അല്ലേ? ഒക്കെ പറയാനുള്ള സമയമാവുമ്പോൾ പറയാമെന്ന് ഞാൻ കരുതി. ഇതുവരെ ഞാൻ മിണ്ടാതിരിക്കുകയായിരുന്നു. എല്ലാം വിശദീകരിച്ച ശേഷം ജയന്തൻ പറഞ്ഞു, എങ്കിൽ ഇതുവരെ ചെയ്തതൊക്കെ നന്നായി. നന്നായെന്ന് വെച്ചാ വളരെ നന്നായി. അപ്പോൾ ഞാൻ ചെയ്തത് അംഗീകരിക്കുന്നുണ്ട് അല്ലേ? ഒട്ടും അധികമായിട്ടില്ല. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നതുകൂടി കേട്ടോളൂ. ജയന്തൻ പറഞ്ഞു. എന്താ? ദേവി ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നില്ലേ? ദേവിന്ന് വെച്ചാ ആരുടെയാ? ഈ തറവാട്ട് വക, അതായത് ചേന്നാങ്കേരി മനവക. അപ്പോ ആ ദേവിയെ ഇനി നിങ്ങൾക്ക് വേണോ? ജയന്തന്റെ ചോദ്യം കുറിക്കുകൊണ്ടു. അയാൾ ആലോചിച്ചു നോക്കി. ശരിയാണല്ലോ, തന്നെ സഹായിക്കുന്നതിന് പകരം ആ കാവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരാളെയാണ് സഹായിക്കുന്നത്. അങ്ങനെയെങ്കിൽ പിന്നെ ജയന്തൻ പറയുന്നത് പോലെ തന്നെയാവട്ടെ കാര്യങ്ങൾ. ഞാൻ തുറന്നങ്ങ് പറയാം. ഭഗവതിയെ കൂടി ഞാൻ കൊണ്ടുപോവുകയാണ്. എന്താ? അത് കേട്ടപ്പോൾ ദാനവേദനൊന്നും നടുങ്ങി. നൂറ്റാണ്ടുകളായി ആ തറവാടിൻ്റെ പരദേവതയാണ് ദേവി. ആ ദേവിയെ മറ്റൊരാൾ കൊണ്ടുപോവുക. അയാൾക്ക് അല്പസമയത്തേക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഞാൻ തുറന്നു പറഞ്ഞാൽ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. എന്താന്ന് വെച്ചാൽ, ദേവി ഇവിടെ തന്നെ കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ ചെയ്തതൊക്കെ പരാജയപ്പെടും. ദേവിയുടെ കൂറ് കുരുക്ഷേത്രത്തു മനയിലേക്കാണ്. കാരണം ദേവിയുടെ തോഴി അവിടല്ലേ കഴിയുന്നത്. ദാനവേദൻ ആലോചിച്ചു നോക്കി. ജയന്തൻ പറയുന്നതിൽ കാര്യമുണ്ട്. ദേവി അവരെ സഹായിച്ചുകൊണ്ടേയിരിക്കും. ആ നിലയ്ക്ക് ദേവി ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. ദാനവേദൻ അകത്തു കയറി ഒരു താക്കോൽക്കൂട്ടം എടുത്തുകൊണ്ടുവന്ന് അതിൽ നിന്നും ഒരു വലിയ താക്കോലെടുത്ത് അറവാതിൽ തുറന്നു. അകത്ത് ഇരുട്ടായിരുന്നു. ദാനവേദൻ അറയ്ക്കുള്ളിൽ പ്രവേശിച്ചു. അധ്യായം 48. ചേന്നാങ്കേരി മനയ്ക്കിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അറയ്ക്കുള്ളിൽ ജയന്തൻ കയറിയപ്പോൾ അതിനുള്ളിൽ നേരിയ ഒരനക്കം കേട്ടു. പെട്ടെന്ന് അയാൾ തരിച്ചു നിന്നു. സംശയം തോന്നിയ അയാൾ പുറത്തേക്ക് കാലെടുത്തു വെച്ചു. എന്താ? എന്തുപറ്റി? അപ്പുറത്ത് മാറി നിന്നിരുന്ന ദാനവേദൻ ചോദിച്ചു. ഒന്നുമില്ല, ഒരു ചെറിയ അനക്കം പോലെ. ഒരു വിളക്ക് കിട്ടിയാൽ നന്നായിരുന്നു. വല്ല എലിയുമായിരിക്കും, ദാനവേദൻ പറഞ്ഞു. എന്തായാലും സംശയിക്കണല്ലോ. ഒരു ഊട്ടുവിളക്ക് കത്തിച്ചു തരൂ. തിരുമേനി ഉടൻ തന്നെ ഒരു വിളക്ക് കത്തിച്ച് ജയന്തൻ്റെ കയ്യിൽ കൊടുത്തു. ജയന്തൻ ആ വിളക്കുമായി വീണ്ടും അകത്തു കയറി. അപ്പോൾ അയാൾ ഒരു കാഴ്ച കണ്ടു. തങ്കവർണ്ണത്തിലുള്ള ഒരു സർപ്പം അവിടെ സൂക്ഷിച്ചിരുന്ന വിഗ്രഹങ്ങളുടെ ഇടയിൽ പത്തി വിടർത്തി നിൽക്കുന്നു. സാവധാനം തലയാട്ടുന്നുമുണ്ട്. പക്ഷെ അത് കണ്ടിട്ട് ജയന്തൻ കുലുങ്ങിയില്ല. അയാൾ ചോദിച്ചു, എന്താ, പരീക്ഷിക്കുകയാണോ? അത് കേട്ടിട്ടെന്നവണ്ണം സർപ്പം തലയാട്ടി. ജയന്തൻ ഗരുഡമന്ത്രം ചൊല്ലി. മഹാശക്തിയുള്ള ആ മന്ത്രത്തിന് മുന്നിൽ ആ സർപ്പത്തിന് നിൽക്കാൻ കഴിഞ്ഞില്ല. അത് പത്തി താഴ്ത്തി. ഉടൻ തന്നെ ജയന്തൻ കൈനീട്ടി അവിടെയിരുന്ന പഞ്ചലോഹ നിർമ്മിതമായ ഒരു ദേവി വിഗ്രഹം എടുത്തുകൊണ്ട് പുറത്തു വന്നു. എന്താ, സംഗതി സാധിച്ചോ? ദാനവേദൻ ചോദിച്ചു. കൊള്ളാം, നല്ല കാര്യമായി. സാധിക്കാതെ വരുമോ? ഒന്ന് തടയാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. എന്താ അങ്ങനെ പറഞ്ഞത്? അറയ്ക്കുള്ളിൽ ഒരു സർപ്പമുണ്ട്. കാവലാണെന്ന് തോന്നുന്നു. ഓഹോ, അങ്ങനെയാണോ? ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അറവാതിൽ നന്നായി അടച്ചേക്കൂ, ദാനവേദൻ പറഞ്ഞു. ജയന്തൻ അറവാതിൽ ചാരി ഓടാമ്പൽ നീക്കി താഴിട്ട് പൂട്ടി. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോണത്? ദാനവേദൻ ചോദിച്ചു. ഭഗവതിയെ ഇതിൽ ആവാഹിക്കും. അതിനുശേഷം കൊണ്ടുപോകും. പിന്നെ കളി ഞാൻ കാണിച്ചു കൊടുക്കാം, കള്ളച്ചിരിയോടെ ജയന്തൻ പറഞ്ഞു. അതിനുശേഷം അയാൾ അതുമായി നേരെ കാവിലേക്ക് പോയി. അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു. ദേവപ്രിയ വിഷ്ണുദേവന്റെ മാറിൽ തല ചായ്ച്ച് കിടക്കുകയായിരുന്നു. മുറിക്കുള്ളിൽ കോൽവിളക്ക് കത്തിക്കൊണ്ടിരുന്നു. വിഷ്ണുവിൻ്റെ കണ്ണുകൾ മച്ചിലുള്ള കൊത്തുപണികളിൽ കേന്ദ്രീകരിച്ചിരുന്നു. മച്ചിലെ ശില്പചാതുര്യം കാണുന്നുണ്ടെങ്കിലും അയാളുടെ മനസ്സ് മറ്റൊരു വഴിക്കായിരുന്നു. ദേവപ്രിയ കുരുക്ഷേത്രത്തു മനയിൽ വന്നിട്ട് 11 ചന്ദ്രമാസം കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒന്നുകൂടിയേ ബാക്കിയുള്ളൂ. കേവലം ഒരു വൃത്തിക്ഷയം മാത്രം. 28 ദിനരാത്രങ്ങൾ. അത് കഴിഞ്ഞാൽ ദേവപ്രിയയുടെ അവധി തീരുകയായി. ദേവി അവൾക്ക് കൊടുത്തിരിക്കുന്ന സമയവും അവസാനിച്ചു കഴിയും. അത് കഴിഞ്ഞാൽ അവൾ മടങ്ങിപ്പോകും. അവൾക്ക് മടങ്ങിപ്പോയേ മതിയാവൂ. പിന്നീട് ഒരു ശക്തിക്കും അവളെ പിടിച്ചു നിർത്താനാവില്ല. എന്താ ആലോചിക്കുന്നത്? വിഷ്ണുദേവന്റെ മാറിലെ രോമങ്ങൾക്കിടയിലൂടെ വിരലോടിച്ചുകൊണ്ട് ദേവപ്രിയ ചോദിച്ചു. ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ ഞാൻ പറയട്ടെ.
പറയൂ, ശരിയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം. ഞാൻ പോകുന്നതിനെക്കുറിച്ചല്ലേ ചിന്തിക്കുന്നത്? എങ്ങനെ മനസ്സിലായി? അല്ലാതെ മറ്റെന്താ വിഷ്ണുവിന് ചിന്തിക്കാനുള്ളത്? വ്യാകുലപ്പെടാൻ മറ്റൊന്നുമില്ലെന്ന് എനിക്കറിയാമല്ലോ. ദേവപ്രിയ പറഞ്ഞത് ശരിയാണ്. ഞാൻ അത് തന്നെയാണ് ആലോചിച്ചത്. നടക്കേണ്ടത് നടന്നേ മതിയാവൂ. ദേവപ്രിയ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏകനാകുമല്ലോ. എനിക്ക് തനിച്ച് ജീവിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നാം ഇതുവരെ ജീവിച്ചതു തന്നെ പല മന്വന്തരങ്ങളിൽ വല്ലപ്പോഴും നടക്കുന്ന ഒരേയൊരു സംഭവം മാത്രമാണ്. ദേവപ്രിയ പോയി കഴിഞ്ഞാൽ ഓർക്കാൻ വേണ്ടി എനിക്കെന്താണ് തരിക? എന്താണ് വേണ്ടത്? ഈ തറവാട്ടിൽ സന്തതി പരമ്പരകൾ ഉണ്ടാവാൻ ദേവപ്രിയയെപ്പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടി, എന്നുവെച്ചാൽ വിഷ്ണുവിൻ്റെയും ദേവപ്രിയയുടെയും മകൾ. എൻ്റെ ഭഗവതി, എന്താണീ പറയുന്നത്? ഇനി കേവലം 27 രാത്രികളെ ബാക്കിയുള്ളൂ. അത് മനസ്സിലാക്കിക്കൊണ്ടാണോ ഈ പറയുന്നത്? എന്നാൽ ഇത് കേട്ടോളൂ. കേരളത്തിലെ അതിപുരാതനമായ ഒരില്ലത്തിൽ ദേവപ്രിയയെപ്പോലെയുള്ള ഒരു യക്ഷിയെ അവിടുത്തെ തിരുമേനി കൂട്ടിക്കൊണ്ടുവന്നു. എവിടെ നിന്നാണെന്ന് ഞാൻ പറയാം. വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നിന്ന്. അവിടെ ക്ഷേത്രത്തിൻ്റെ ചുവരിൽ ഏതോ പ്രഗത്ഭനായ ഒരു ചിത്രകാരൻ ഒരു യക്ഷിയെ വരച്ചു. എല്ലാം തികഞ്ഞപ്പോൾ അറം പറ്റിപ്പോയി. അങ്ങനെയല്ലേ? വിഷ്ണു ചോദിച്ചു. അതെ, ശരിയാണ്. ചിത്രമോ ശില്പമോ പൂർണ്ണതയിലെത്തിയാൽ അതിൽ ദേവതകളുടെയും യക്ഷികളുടെയും ശക്തി ആവേശിക്കുക പതിവാണ്. എന്നിട്ട് എന്തുണ്ടായി? അവൾ ചോദിച്ചു. ആ യക്ഷി പലരെയും ഉപദ്രവിച്ചെന്നാണ് പറയുന്നത്. പക്ഷേ അവസാനം ഒരു തിരുമേനി അവളെ കൂട്ടിക്കൊണ്ടുവന്ന് പാർപ്പിച്ചു. തിരുമേനിയോടൊത്ത് വർഷങ്ങളോളം അവൾ കഴിഞ്ഞു. ഒടുവിൽ ഒരു കുട്ടിയെ സമ്മാനിച്ച ശേഷം അവൾ തിരിച്ചുപോയി. ആ കുട്ടി ഇന്നും ആ ഇല്ലത്തിലുണ്ടത്രേ. അവൾക്ക് വേണ്ട പൂജയും നടക്കുന്നുണ്ട്. അത് സംഭവിച്ചത് മറ്റൊരു രീതിയിലാണ്. പ്രത്യേക ജോലിയൊന്നുമില്ലാത്ത ഒരു യക്ഷിയായിരിക്കും അത്. പക്ഷേ ഞാൻ ദേവിയുടെ കാവൽക്കാരിയാണ്. ദേവി എവിടെയാണെങ്കിലും എനിക്ക് പോയേ പറ്റൂ. അപ്പോൾ പോകുമെന്ന് തീർച്ചയാക്കിയോ? വിഷ്ണു ചോദിച്ചു. ഇനി അതേക്കുറിച്ച് പറയാതെ. അവൾ വിഷ്ണുവിൻ്റെ ചുണ്ടുകളിൽ ചുംബിച്ചു. അവളുടെ കൈവിരലുകൾ അയാളെ തഴുകി. അയാളുടെ ചിന്തകൾ അവളുടെ വഴിക്ക് കൊണ്ടുവന്നു. കുറേ സമയത്തേക്ക് വിഷ്ണു മറ്റൊരു ലോകത്തായിരുന്നു. തളിര് പോലുള്ള അവളുടെ ശരീരം അയാളുടെ മാംസപേശികളിൽ തഴുകി. അവളുടെ മാംസളമായ അരക്കെട്ടും കണങ്കാലുകളും അയാളുടെ സിരകളിൽ രോമാഞ്ചം പകർന്നു. അങ്ങനെ അല്പസമയത്തേക്ക് ദേവപ്രിയയുടെ വേർപാടിനെക്കുറിച്ചുള്ള ചിന്ത അയാളിൽ നിന്നും വിട്ടകന്നുപോയി. 3-ാം യാമം അവസാനിക്കാൻ 1.5 നാഴിക ബാക്കിയുള്ളപ്പോൾ ദേവപ്രിയ പെട്ടെന്നെണീറ്റു. എന്താ, എവിടെ പോകുന്നു? കിടക്കയിൽ നിന്ന് ഞെട്ടിപ്പിടഞ്ഞെണീറ്റ അവളോട് വിഷ്ണുദേവൻ ചോദിച്ചു. ഞാൻ കാവു വരെയൊന്ന് പോയിട്ട് വരാം. എന്താ അങ്ങനെ പെട്ടെന്ന് തോന്നാൻ? പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്കങ്ങനെ തോന്നുന്നു. ഞാൻ വരണോ? വേണ്ട, ഞാൻ തന്നെ പോയി വരാം. അവൾ അതിവേഗം അവിടെ നിന്നും പാഞ്ഞു. അന്തരീക്ഷത്തിലൂടെ പറന്ന് ക്ഷേത്രത്തിന് മുന്നിലുള്ള ആലിൻ്റെ മുകളിലെത്തി. അവൾ ക്ഷേത്രത്തിലേക്ക് നോക്കി. പെട്ടെന്ന് ഒരു ഞെട്ടൽ അവൾക്കുണ്ടായി. ശ്രീകോവിലിലേക്കുള്ള വാതിലിൻ്റെ വലതുവശത്തെ അവളുടെ പ്രതിമ കാണുന്നില്ല. അവളുടെ രൂപം കൊത്തിയിരിക്കുന്ന പ്രതിമയാണത്. ആ പ്രതിമയില്ലെങ്കിൽ അവൾക്ക് ആവേശിക്കാൻ സ്ഥലമില്ല. അങ്ങനെ വന്നാൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരും. ഏതെങ്കിലും ഒരു കൊടിയ മന്ത്രവാദിയുടെ നോട്ടത്തിലകപ്പെട്ടാൽ പിന്നെ രക്ഷയില്ല. ചിലപ്പോൾ അയാളുടെ അടിമയായി കഴിയേണ്ടി വരും. അതുമല്ലെങ്കിൽ ഒരിക്കലും രക്ഷപ്പെടാൻ വയ്യാത്ത വിധം വല്ല കാഞ്ഞിരത്തിലും തറച്ചെന്നു വരും. അവിടെ ഇരുന്ന് നോക്കിയാൽ കാണാവുന്ന ദിക്കിലെല്ലാം അവൾ തൻ്റെ പ്രതിമ തെരഞ്ഞു. പക്ഷേ അവിടെയെങ്ങും അത് കണ്ടില്ല. എന്നാൽ അത്രയും ഭാരമുള്ള ആ പ്രതിമ സാധാരണഗതിയിൽ അധിക ദൂരം കൊണ്ടുപോകാൻ ഒരാളെ കൊണ്ട് കഴിയുകയില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഇനി അവശേഷിക്കുന്ന ഏക സ്ഥലമായ കുളത്തിൻ്റെ അടുത്ത് ചെന്ന് അവൾ കരിനിലിച്ചു കിടക്കുന്ന വെള്ളത്തിലേക്ക് നോക്കി. ആഴത്തിൽ അവളുടെ കണ്ണുകൾ താണു ചെന്നു. അങ്ങനെ നോക്കിയപ്പോൾ കുളത്തിൻ്റെ അഗാധതയിൽ ചെളിക്കുള്ളിൽ അമർന്ന് താണുകിടക്കുന്ന തൻ്റെ പ്രതിമ അവൾ കണ്ടു. അതെടുക്കണമെങ്കിൽ തനിക്ക് സാധ്യമല്ലെന്ന് അവൾക്കറിയാമായിരുന്നു. മനുഷ്യർക്ക് ആർക്കെങ്കിലുമേ അതിന് കഴിയൂ. വിഷ്ണുദേവനോട് ആ വിവരം പറയുവാൻ തന്നെ അവൾ തീരുമാനിച്ചു. അങ്ങനെ അവിടെ നിന്നും പോരാൻ തീരുമാനിച്ച് പിന്തിരിഞ്ഞപ്പോൾ ആരോ ക്ഷേത്രത്തിനടുത്തേക്ക് നടന്നു വരുന്നത് അവൾ കണ്ടു. അത് ജയന്തൻ തന്നെയാണെന്ന് അവൾക്ക് മനസ്സിലായി. അയാൾ തന്നെ കണ്ടാൽ ആപത്താണെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് പാത്തും പതുങ്ങിയും അവൾ ആലിൻ്റെ പിന്നിലെത്തി നിന്നു. ജയന്തൻ തൻ്റെ കൈവശമുള്ള പഞ്ചലോഹ നിർമ്മിതമായ ദേവീ വിഗ്രഹം ശ്രീകോവിലിൻ്റെ നടക്കൽ വെച്ചു. അതിനടുത്തായി കോൽവിളക്ക് കത്തിച്ചു വെച്ചു. പിന്നീട് രാശികളും വരച്ചു. ആ സമയം ആരും തന്നെ ചെയ്യാത്ത പണിയായിരുന്നു അത്. രാശിക്കളത്തിൽ ദേവീസ്ഥാനത്ത് ദേവീ വിഗ്രഹം വച്ച ശേഷം
അയാൾ ശ്രീകോവിലിനുള്ളിൽ മായയായി നിൽക്കുന്ന ദേവിയെ വിഗ്രഹത്തിലേക്ക് ആവാഹിക്കാനുള്ള മന്ത്രം ചൊല്ലാൻ തുടങ്ങി. മന്ത്രോച്ചാരണത്തിൻ്റെ പരിസമാപ്തിയിൽ ശ്രീകോവിലിൻ്റെ വാതിൽക്കൽ ദേവി കാൽ ചവിട്ടുന്നത് അവൾ കണ്ടു. അധ്യായം 49. എൻ്റെ ഭഗവതി, എന്താണീ കാട്ടനെ? ദേവപ്രിയ നിലവിളിച്ചുപോയി. ദുഷ്ടനായ ജയന്തൻ്റെ പിടിയിൽ ദേവി അകപ്പെടാൻ പോകുകയാണോ? അയാൾ ദേവിയെ ആവാഹിക്കാനുള്ള മന്ത്രം ചൊല്ലിക്കൊണ്ടിരുന്നു. ഇനി അരനാഴിക കൂടി ആ മന്ത്രം ഉരുവിട്ടാൽ ഓമല്ലൂർ കാവിലെ ഭഗവതി ജയന്തൻ കൊണ്ടുവന്നിരിക്കുന്ന പഞ്ചലോഹ വിഗ്രഹത്തിൽ ആവേശിക്കുകയായി. അത് കഴിഞ്ഞാൽ അയാൾ ആ വിഗ്രഹവും കൊണ്ടുപോകും. അത് അയാളുടെ തറവാട്ടിൽ പ്രതിഷ്ഠിച്ച് പൂജ നടത്തും. കാര്യസാധ്യത്തിന് വേണ്ടിയാവുമ്പോൾ ദേവിയെ പ്രീതിപ്പെടുത്താനുള്ള എല്ലാവിധ അടവുകളും അയാൾ പയറ്റി നോക്കുമെന്നുള്ളത് തീർച്ചയാണ്. ചില അവസരങ്ങളിൽ തപശക്തി കൊണ്ട് രാക്ഷസന്മാർ പോലും ത്രിമൂർത്തികളെ വരുത്തി വരം ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. കൊടുക്കാതിരിക്കാൻ വയ്യ, കൊടുത്തേ പറ്റൂ. അതുകൊണ്ട് ജയന്തൻ്റെ ആഗ്രഹത്തിന് ദേവിയും വഴിപ്പെടുമെന്നുള്ളത് തീർച്ചയാണ്. എന്തു ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ട് ദേവപ്രിയ നിന്നു. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് അവൾക്ക് തോന്നി. എല്ലാം കഴിഞ്ഞാൽ പറഞ്ഞിട്ട് പ്രയോജനമില്ല. അവളുടെ മനസ്സിൽ സൂര്യമിത്രൻ നമ്പൂതിരിയുടെ മുഖം തെളിഞ്ഞു വന്നു. ഈ അവസരത്തിൽ അദ്ദേഹത്തിന് മാത്രമേ അതിന് പരിഹാരം കാണാൻ കഴിയുകയുള്ളൂ എന്നവൾക്ക് തോന്നി. അല്ലാതെ മറ്റാർക്കും തന്നെ കഴിയില്ല. ജയന്തനോട് പോരാടാൻ സൂര്യമിത്രനെ കഴിയൂ. ദേവപ്രിയ അവിടെ നിന്ന് സൂര്യമനയെ ലക്ഷ്യമാക്കി പറന്നു. പടിപ്പുര വാതിൽക്കൽ നിന്നുകൊണ്ട് അവൾ അകത്തേക്ക് കണ്ണയച്ചു. വരാന്തയിൽ ഒരു സ്ത്രീ ഇരിക്കുന്നു. തിരുമേനി വരാന്തയുടെ തെക്ക് പണിത് ചേർത്തിട്ടുള്ള കൊത്തുപണി ചെയ്ത കട്ടിലിൽ നിദ്രയിലാണ്. ഇരിക്കുന്നത് കാവൽക്കാരിയാണെന്ന് അവൾക്ക് മനസ്സിലായി. ഏതോ മോഹിനിയാണത്. ദേവപ്രിയ നേരെ അങ്ങോട്ടിറങ്ങിച്ചെന്നു. അവളെ കണ്ടപ്പോൾ യോഗിനി എണീറ്റു. ആ മൂർത്തിയുടെ കയ്യിൽ ഇരുവായ്ത്തലയുള്ള ഒരു വാൾ തിളങ്ങി. നീ ആരാണ്? യോഗിനി ചോദിച്ചു. ഞാൻ തിരുമേനിക്ക് ശിഷ്ടയാണ്. പേര് ദേവപ്രിയ. തിരുമേനിയെ ഉണർത്തണം, ഇല്ലെങ്കിൽ ആപത്താണ്, ദേവപ്രിയ പറഞ്ഞു. ഉണർത്തിയാൽ ശപിക്കും, യോഗിനി പറഞ്ഞു. സാരമില്ല, എന്നാലും കാര്യം പറഞ്ഞേ പറ്റൂ. അത് കേട്ടപ്പോൾ എന്തോ ഗൗരവമുള്ള കാര്യമാണെന്ന് യോഗിനിക്ക് തോന്നി. തന്നെയുമല്ല മുന്നിൽ നിൽക്കുന്നത് ഒരു യക്ഷിയാണെന്നും മോഹിനിക്ക് മനസ്സിലായി. ശാപം സഹിക്കാമെങ്കിൽ നീ തന്നെ വിളിച്ചോളൂ, യോഗിനി പറഞ്ഞു. ഞാൻ ഓമല്ലൂർക്കാവ് ഭഗവതിയുടെ കാവൽക്കാരിയാണ്. പേര് ദേവപ്രിയ. അവിടെ ദേവിയെ ജയന്തൻ എന്ന ഒരു മന്ത്രവാദി ആവാഹിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നു. പറഞ്ഞോളൂ, യോഗിനി സമ്മതിച്ചു. ദേവപ്രിയ തിരുമേനിയുടെ അടുത്തേക്ക് നീങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം എണീറ്റു. സൂര്യമിത്രൻ നമ്പൂതിരി ചോദിച്ചു. ആര്? ദേവപ്രിയയോ? എന്താ ഇങ്ങോട്ട് വന്നത്? വിഷ്ണു പറഞ്ഞയച്ചതാണോ? അല്ല, വിഷ്ണു അറിഞ്ഞില്ല ഞാൻ പോന്നത്. അവിടെ ജയന്തൻ ഭഗവതിയെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ആവാഹിക്കാനുള്ള മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. നേരോ? എനിക്കെല്ലാം അറിയാം. ദേവി പോയാൽ എല്ലാം തകരാറിലാവും അല്ലേ? വിഷ്ണുദേവൻ നല്ലവനാണ്. എങ്ങനെയാ പെട്ടെന്ന് അവിടെ എത്തുക? തിരുമേനി ചോദിച്ചു. വിരോധമില്ലെങ്കിൽ എൻ്റെ വിരൽ പിടിക്കാം, ഞാൻ കൊണ്ടുപോകാം, ദേവപ്രിയ പറഞ്ഞു. അതിൽ തെറ്റില്ല, ഞാൻ വരാം. തിരുമേനി എണീറ്റു. പൂണൂലിൽ തൊട്ടുനീട്ടിരിക്കുന്ന ചെറിയ താക്കോൽ കൊണ്ട് അറവാതിലിൻ്റെ പൂട്ടിൽ കയറ്റി തിരിച്ചു. അറയുടെ പൂട്ട് തുറന്നു. അകത്ത് നീല നിറത്തിൽ കെടാവിളക്ക് കത്തി നിൽക്കുന്നത് ദേവപ്രിയ കണ്ടു. തിരുമേനി അകത്തു കിടന്നു. അദ്ദേഹം അവിടെ നിന്ന് എന്തോ എടുത്ത് മടിയിൽ വെക്കുന്നത് ദേവപ്രിയ കണ്ടു. അതിനുശേഷം അദ്ദേഹം പുറത്തേക്കിറങ്ങി വാതിൽ പൂട്ടി. ഇവിടെ തന്നെ കാവലിരിക്കണം, ഞാൻ വരുന്നു. തിരുമേനി മുറ്റത്തിറങ്ങി. ദേവപ്രിയ വലതുകരം നീട്ടി. സൂര്യമിത്രൻ തിരുമേനി ആ കയ്യിൽ പിടിച്ചു. അവൾ അദ്ദേഹത്തെയും കൊണ്ട് ആകാശത്തിൽ കൂടി പറന്നു. സൂര്യമിത്രൻ തിരുമേനി അന്തരീക്ഷത്തിൽ കൂടി നീങ്ങുമ്പോഴും അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു. 16 നിമിഷങ്ങൾ. തിരുമേനിയും ദേവപ്രിയയും ഓമല്ലൂർ കാവിൻ്റെ മുന്നിലുള്ള ആലിൻ്റെ ശിഖരത്തിൽ എത്തിനിന്നു. അതാ ജയന്തൻ. ദേവപ്രിയ കൈ ചൂണ്ടി. ദേവി ശ്രീകോവിലിൻ്റെ പടിയിൽ നിൽക്കുന്നത് അവർ കണ്ടു. സൂര്യമിത്രൻ തിരുമേനി മടിയിൽ കരുതിയിരുന്ന വസ്തു എടുത്തു. അപ്പോഴാണ് ദേവപ്രിയ അത് കാണുന്നത്. അത് ഒരു ദേവീ വിഗ്രഹമായിരുന്നു. ആ വിഗ്രഹം കയ്യിൽ വെച്ചുകൊണ്ട് സൂര്യമിത്രൻ അവിടെ നിന്നുകൊണ്ട് മന്ത്രം ചൊല്ലുവാൻ തുടങ്ങി. മന്ത്രസുബ്രൻ. ജയന്തൻ ചൊല്ലിക്കഴിഞ്ഞ എണ്ണം സൂര്യമിത്രൻ 5 വിനാഴികകൾ കൊണ്ട് ചൊല്ലിത്തീർത്തു. അതിനുശേഷം മന്ത്രം ആവർത്തിച്ചു. ജയന്തൻ ചൊല്ലിക്കൊണ്ടിരുന്ന എണ്ണത്തെ പിന്നിലാക്കിക്കൊണ്ട് സൂര്യമിത്രൻ മന്ത്രം ചൊല്ലി. ജയന്തനും വിട്ടില്ല. പെട്ടെന്ന് ജയന്തന് എന്തോ സംശയം തോന്നി. മന്ത്രങ്ങൾ എവിടെയോ സന്ധിക്കുന്നു, തമ്മിൽ യോജിക്കുന്നതായി അയാൾക്ക് മനസ്സിലായി. ആരോ താൻ ചൊല്ലുന്ന അതേ മന്ത്രം ചൊല്ലുന്നു.
ജയന്തൻ അവിടെ ഇരുന്നു കൊണ്ട് തൻ്റെ മുത്തച്ഛൻ സൂര്യനാരായണൻ നമ്പൂതിരിയെ വിളിച്ചു. അയാൾ മന്ത്രം ചൊല്ലുന്നതിനിടയിൽ പരഹൃദയജ്ഞാനം എന്ന വിദ്യ പ്രയോഗിച്ച് പഴയ തറവാടിൻ്റെ നിലവറയ്ക്കുള്ളിൽ മരണമില്ലാത്തവനായി കഴിയുന്ന ഭീകരമാന്ത്രികനായ സൂര്യനാരായണനെ കാര്യമറിയിച്ചു. അത് ഇങ്ങനെയായിരുന്നു: ഇവിടെ ഞാൻ ഓമല്ലൂർക്കാവിലെ ഭഗവതിയെ എൻ്റെ കയ്യിലിരിക്കുന്ന പഞ്ചലോഹ നിർമ്മിതമായ വിഗ്രഹത്തിൽ ആവാഹിച്ച് ഒതുക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മറ്റൊരാൾ ഇതേ മന്ത്രം ചൊല്ലി ദേവിയെ വശത്താക്കാൻ ഒരുമ്പെടുന്നു. ഇപ്പോഴത്തെ നിലവെച്ച് നോക്കിയാൽ അയാൾ എന്നെ പരാജയപ്പെടുത്തുവാൻ സാധ്യത തെളിയുന്നു. അതുകൊണ്ട് കഴിവതും വേഗം ഇവിടെ വന്ന് എന്നെ സഹായിക്കണം. നിലവറയ്ക്കുള്ളിൽ കഴിയുന്ന സൂര്യനാരായണൻ എല്ലാം കേട്ടു. തൻ്റെ തറവാട്ടിൽ പരാജയമെന്നത് ഇതുവരെ തീണ്ടിയിട്ടില്ലെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്ത് തൻ്റെ ചെറുമകൻ അവസാനത്തെ തരിയായ ജയന്തൻ്റെ കാലത്ത് വംശം നശിക്കുമെന്ന് അദ്ദേഹത്തിന് തോന്നിത്തുടങ്ങിയിരുന്നു. ജയന്തന് മക്കളില്ല. ഉണ്ണിച്ചിരുതേയി അമ്മ വന്നതും അവരുമായി ശാരീരിക ബന്ധം പുലർത്തിയതും സൂര്യനാരായണൻ അറിഞ്ഞിരുന്നു. അവർക്ക് ഒരു കുട്ടി ജനിച്ചാൽ വിശ്വമംഗലത്തിന് അവകാശമുണ്ടാവുമെന്ന് അയാൾ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ജയന്തൻ പരാജയപ്പെടാൻ പാടില്ല, പരാജയപ്പെടരുത്. സൂര്യനാരായണൻ ഖഗദുർഗ മന്ത്രം ചൊല്ലി. അപ്പോൾ പുറത്ത് ചിറകടി കേട്ടു. പക്ഷിദുർഗ അതിൻ്റെ ഭീകരമായ ചിറകുകൾ അന്തരീക്ഷത്തിൽ വകഞ്ഞുകീറി വായുവിനെ പുറകോട്ട് തള്ളിക്കൊണ്ട് നടുമുറ്റത്ത് വന്നിറങ്ങി. സൂര്യനാരായണൻ നിലവറയ്ക്കുള്ളിൽ നിന്നും എണീറ്റ് പുറത്തു വന്നു. നിമിഷം കഴിഞ്ഞില്ല. അപ്പോൾ നടുമുറ്റത്ത് തന്നെയും കാത്ത് പക്ഷിദുർഗ ഇരിക്കുന്നത് കണ്ടു. എനിക്ക് ഉടൻ തന്നെ ഓമല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെത്തണം. പക്ഷി അയാൾക്ക് ഇരിക്കുവാൻ ചിറക് ഒതുക്കി. സൂര്യനാരായണൻ പക്ഷിദുർഗയുടെ പുറത്തു കയറി. അയാളെയും കൊണ്ട് ആ മായാജീവി പറന്നുയർന്നു. കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് ആ ജീവി ഓമല്ലൂർക്കാവിന് മുന്നിലെത്തി. അന്തരീക്ഷത്തിൽ ചെറുകടി ശബ്ദം കേൾക്കുകയും ആൽവൃക്ഷം ആടിയുലയുകയും ചെയ്തപ്പോൾ ദേവപ്രിയയും സൂര്യമിത്രനും ആ ചലനത്തിനൊത്ത് ഇളകി. ഖഗദുർഗയാണത്, ദേവപ്രിയ മന്ത്രിച്ചു. അധ്യായം 50. ഓഹോ, അയാളും വന്നിരിക്കുകയാണല്ലോ. മുത്തച്ഛനും കൊച്ചുമകനും കൂടിയാണ് വിളയാട്ടം അല്ലേ? സൂര്യമിത്രൻ നമ്പൂതിരിപ്പാട് മനസ്സിൽ കരുതി. രണ്ടാളും കൂടി ശ്രമിക്കും, ദേവപ്രിയ തിരുമേനിയുടെ കാതിൽ പറഞ്ഞു. ഒക്കെ ഞാൻ കാണുന്നുണ്ട്. ആരാണ് ജയിക്കുന്നതെന്ന് കാണാമല്ലോ. തിരുമേനി മന്ത്രം ചൊല്ലിക്കൊണ്ടിരുന്നു. രണ്ടാളുടെയും മന്ത്രം അന്തരീക്ഷത്തിൽ ഉയർന്നു. അപ്പോൾ പക്ഷിദുർഗയെ വാഹനമാക്കി വന്നെത്തിയ സൂര്യനാരായണൻ മുന്നോട്ട് ചെന്ന് ജയന്തൻ്റെ കയ്യിൽ നിന്നും ദേവി പ്രതിമ വാങ്ങി. അപ്പോൾ സൂര്യമിത്രൻ മന്ത്രത്തിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചു. അദ്ദേഹം തൻ്റെ പൂണൂലിൽ നിന്ന് ഒരു ഏലസ് പൊട്ടിച്ചെടുത്ത് മുകളിലേക്കെറിഞ്ഞു. അന്തരീക്ഷത്തിൽ ഉയർന്ന് അതിൻ്റെ മൂടി തുറക്കപ്പെടുകയും അതിനുള്ളിൽ നിന്നും ഒരു നൂൽ പോലെയുള്ള സർപ്പം വെളിയിലേക്ക് വരികയും ചെയ്തു. അതിന് നീളം വെച്ചു. പെട്ടെന്ന് അത് നാഗപാശം പോലെ ഒന്നായി തീരുകയും ചെയ്തു. അത് താണിറങ്ങി ജയന്തൻ്റെ കയ്യിലിരുന്ന പഞ്ചലോക വിഗ്രഹത്തെ ചുറ്റി മുകളിലേക്ക് ഉയർന്നു. ജയന്തൻ്റെ കയ്യിൽ നിന്നും വിഗ്രഹം പിടിവിട്ടുപോയി. അടുത്ത നിമിഷം ദേവി സൂര്യമിത്രൻ്റെ കയ്യിലുള്ള വിഗ്രഹത്തിൽ ആവേശിക്കുകയും ചെയ്തു. ജയന്തന് പെട്ടെന്ന് കാര്യം മനസ്സിലായില്ല. തൻ്റെ കയ്യിലിരുന്ന വിഗ്രഹം ഉയർന്നു പോകുന്നതായി മാത്രം അയാൾ കണ്ടു. എന്താണിത്? ജയന്തൻ തിരിഞ്ഞപ്പോൾ മുത്തച്ഛനെ കണ്ടു. അതുതന്നെയാണ്. വിഗ്രഹം എവിടെ? മുത്തച്ഛൻ ചോദിച്ചു. എൻ്റെ കയ്യിൽ നിന്നും വഴുതി മുകളിലേക്ക് പോയി. ആരോ അപഹരിച്ചതാണ്. ഞാൻ നോക്കട്ടെ. സൂര്യനാരായണൻ ധ്യാനിച്ച് തിരിഞ്ഞപ്പോൾ ദേവപ്രിയയും സൂര്യമിത്രൻ നമ്പൂതിരിയും ആൽവൃക്ഷത്തിൽ ഇരിക്കുന്നത് കണ്ടു. ഓഹോ, അവിടെ ഇരുന്നാണോ പ്രവൃത്തി? ഞാനും നോക്കട്ടെ. സൂര്യനാരായണൻ വലതുകൈ ഉയർത്തി. ശത്രുമരണ മന്ത്രം ചൊല്ലിത്തീർന്നപ്പോൾ കയ്യിലൊരു കോടാലി പ്രത്യക്ഷപ്പെട്ടു. അത് ആലിൻ്റെ കൊമ്പിനെ ലക്ഷ്യമാക്കി വീശിയെറിഞ്ഞു. അത് പ്രതീക്ഷിച്ചിട്ടെന്ന പോലെ ദേവപ്രിയ അത് പിടിച്ചെടുത്ത് കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അത് ക്ഷേത്രക്കുളത്തിലെ പായൽ പിടിച്ച കൊഴുത്ത വെള്ളത്തിൽ വീണപ്പോൾ അതിൽ തീക്കട്ട വീഴുന്നതുപോലെ സീൽക്കാര ശബ്ദവും പുകയും പുറപ്പെട്ടു. അല്പസമയം ആ ഭാഗത്തെ വെള്ളത്തിൽ കുമിളകളുണ്ടായി. തനിക്കെതിരായി അദൃശ്യമായ ഒരു എതിരാളി ഉണ്ടെന്ന് സൂര്യനാരായണന് മനസ്സിലായി. ആരാണെന്നറിയാൻ അയാൾ ശ്രമിച്ചു. അവസാനം പിടികിട്ടി. ആ യക്ഷി അവൾ തന്നെ. ഇപ്പോഴത്തെ സന്ദർഭത്തിൽ ഒരു യക്ഷിഹോമ മന്ത്രമൊന്നും ചൊല്ലി അവളെ നശിപ്പിക്കാൻ സാധ്യമല്ലെന്ന് തിരുമേനി കണ്ടു. അതുകൊണ്ട് മറ്റേതെങ്കിലും ഉഗ്രമൂർത്തിയെ വിടുകയാണ് നല്ലതെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അതനുസരിച്ച് കാളരാത്രി എന്ന പിശാചിനെ ധ്യാനിച്ച് മുന്നിൽ വരുത്തി. അതിഭീകരമായ രൂപത്തോടു കൂടിയ ആ പിശാച് സൂര്യനാരായണൻ്റെ മുന്നിൽ വന്ന് നമസ്കരിച്ചു നിന്നു. എന്താണ് വേണ്ടത്? ഉഗ്രമൂർത്തി ചോദിച്ചു. അതാ ആ കാണുന്ന ആലിലിരിക്കുന്ന യക്ഷിയെ നശിപ്പിക്കണം.
അത് കഴിഞ്ഞ് ആ മാന്ത്രികനെയും. തിരുമേനി കൽപ്പിച്ചു. കാളരാത്രി എന്ന ആ പിശാച് ആകാശത്തേക്കുയർന്ന് ആലിൻ്റെ മുകളിലെത്തി. ആ വൃക്ഷത്തിൻ്റെ തായ്തടിയുടെ ശിഖരത്തിൽ പിടിച്ച് വൃക്ഷത്തെ ആകെയൊന്നുലച്ചു. പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ആ കൂറ്റൻ ആൽവൃക്ഷത്തിൻ്റെ വേരുകൾ ഭൂനിരപ്പിൻ്റെ അടിയിൽ നിന്നും പൊട്ടിയടരുന്നതിൻ്റെ ശബ്ദം കേട്ടു തുടങ്ങി. ആ ശബ്ദം കേട്ടപ്പോൾ സൂര്യനാരായണനും ജയന്തനും ആനന്ദം കൊണ്ടു. ആൽവൃക്ഷത്തിൻ്റെ മുകളിൽ കാർമേഘം അടിഞ്ഞുകൂടിയിരിക്കുന്നത് പോലെ കാളരാത്രി എന്ന ദുർഭൂതം നിലകൊണ്ടു. വീണ്ടും അത് വൃക്ഷം പിടിച്ചു കുലുക്കി. എന്താണതിൻ്റെ ഉദ്ദേശം? സൂര്യമിത്രൻ പോയി ദേവപ്രിയയോട് ചോദിച്ചു. ഈ കൂറ്റൻ ആൽവൃക്ഷം ചുവടെ പറിച്ചെടുക്കാനാണ് തുനിയുന്നത്, ദേവപ്രിയ പറഞ്ഞു. അതിന് താഴെ തായ്തടിയിൽ പിടിച്ചു കുലുക്കുകയല്ലേ നല്ലത്? തിരുമേനി ചോദിച്ചു. അത് ബുദ്ധിപൂർവമാണ്. ഇവിടെ നമ്മൾ ഇരിപ്പില്ലേ? താഴേക്ക് വരാൻ പേടിയാണ്. ഇനി നാം എന്തു ചെയ്യും? സൂര്യമിത്രൻ ചോദിച്ചു. എത്രമാത്രം ഉണ്ടെന്ന് പരീക്ഷിക്കാം. ആൽവൃക്ഷം ഇളകിക്കൊണ്ടിരുന്നു. അതിൻ്റെ വേര് മണ്ണിൽ നിന്നും അടരുന്നതിൻ്റെ ശബ്ദം കേൾക്കാമായിരുന്നു. ഞാൻ തിരുമേനിയെ ഇവിടെ നിന്നും കൊണ്ടുപോകാം. എന്നെ പിടിച്ചോളൂ, ദേവപ്രിയ പറഞ്ഞു. ദേവപ്രിയ സൂര്യമിത്രനെയും കൊണ്ട് പറന്ന് ഗുരുക്ഷേത്രത്തു മനയുടെ മുറ്റത്തേക്ക് വന്നിറങ്ങി. അവർ വിഷ്ണുദേവനെ വിളിച്ചു. ഇത് ആരാണെന്നറിയാമല്ലോ. അദ്ദേഹം ഇവിടെ ഇരിക്കട്ടെ, ഞാൻ പോയി വരാം. ദേവപ്രിയ അവിടെ നിന്ന് അപ്രത്യക്ഷയായി. സൂര്യമിത്രൻ ഉണ്ടായ കാര്യങ്ങളെല്ലാം വിഷ്ണുദേവനെ മനസ്സിലാക്കി. അതിനുശേഷം അദ്ദേഹം തൻ്റെ മാറാപ്പിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്ന ദേവീ വിഗ്രഹം പുറത്തെടുത്തു. അറവാതിൽ തുറക്കൂ, അദ്ദേഹം ആവശ്യപ്പെട്ടു. വിഷ്ണുവിന് കാര്യം മനസ്സിലായി. അയാൾ ഉടൻ തന്നെ അറയുടെ വാതിൽ തുറന്നു. ദേവി ഇതിലുണ്ട്, ഞാനിങ്ങ് കൊണ്ടുപോന്നു. അല്ലാതെ നിവൃത്തിയില്ലായിരുന്നു. സൂര്യമിത്രൻ ദേവി വിഗ്രഹം അറയ്ക്കുള്ളിൽ വച്ച ശേഷം തിരിച്ചിറങ്ങി. ഓമല്ലൂർ കാവിലെ ഭഗവതി തൻ്റെ അറയ്ക്കുള്ളിൽ ഇരിക്കുന്നുവെന്ന് മനസ്സിലായപ്പോൾ വിഷ്ണുദേവൻ്റെ ആഹ്ലാദത്തിന് അതിരില്ലായിരുന്നു. തൻ്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും നിദാനമായ സാക്ഷാൽ ദേവി ഇപ്പോൾ തൻ്റെ കുടിയിൽ വന്നിരിക്കുന്നു. ഇതിൽ കൂടുതൽ എന്തനുഗ്രഹമാണ് വേണ്ടത്? ഇങ്ങനെയൊന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ഇനി ദേവി വിചാരിച്ചാൽ എന്താണ് നടക്കാത്തത്? തൻ്റെ ഭാവി ജീവിതം സുരക്ഷിതമാക്കാൻ ദേവി വിചാരിച്ചാൽ തീർച്ചയായും സാധിക്കും. തിരുമേനി, ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ? വിഷ്ണുദേവൻ സൂര്യമിത്രനോട് ചോദിച്ചു. എന്താണ് വിഷ്ണു? ദേവിയും അങ്ങും അവിടെ നിന്നും അപ്രത്യക്ഷമായ വിവരം അറിയുമ്പോൾ അയാൾ അടുത്തത് ചിന്തിക്കൂലേ? ചിന്തിക്കും. അതിന് നാം തയ്യാറാവുകയും വേണം. തൽക്കാലം അയാൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിവില്ല. ഇവിടേക്ക് അയാൾക്ക് യോഗിനികളെയോ ദുഷ്ടപിശാചുക്കളെയോ അയക്കാൻ സാധ്യമല്ല. കാരണം ഇതിപ്പോൾ ഒരു ക്ഷേത്രം പോലെയാണ്. ദേവി ഇവിടെ ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ആൽവൃക്ഷം തകർക്കാൻ ശ്രമിക്കുന്നത്? വിഷ്ണുദേവൻ സംശയം പ്രകടിപ്പിച്ചു. അവിടെ എൻ്റെ കൈവശത്താണ് ദേവി ഇരിക്കുന്നത്. ഞാനിരിക്കുന്നത് ആൽവൃക്ഷത്തിലും. ആൽവൃക്ഷം മൊത്തമായി കടപുഴുക്കിയിടാനാണ് അവൾ ശ്രമിച്ചത്. പക്ഷേ അഷ്ടകോണുകളിലും കാവലുള്ള ഈ ഇല്ലത്തിൽ ആരും കടക്കില്ല. വന്നെങ്കിൽ നമുക്ക് എതിർക്കുകയും ചെയ്യാം, തിരുമേനി ആശ്വസിപ്പിച്ചു. അതിനുശേഷം സൂര്യമിത്രൻ എണീറ്റ് ഗുരുക്ഷേത്രത്തുമന ഒരു തവണ ചുറ്റിക്കാണിച്ച ശേഷം വന്നു. എല്ലാം ഭദ്രമായിട്ടുണ്ട്. തത്രപ്പെട്ട് ഞാൻ നിർത്തിയിട്ടുള്ളവരെ മറികടന്നു വരില്ല. ദേവപ്രിയയെ കാണുന്നില്ലല്ലോ, വിഷ്ണുദേവൻ പറഞ്ഞു. ഈ സമയം ദേവപ്രിയ കുളത്തിൻ്റെ സമീപം എത്തി ആലിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ആൽവൃക്ഷം അപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്നത് അവൾ കണ്ടു. അവൾ കുളത്തിൻ്റെ അടിയിലേക്ക് നോക്കി. ഇരുൾ നിറഞ്ഞിരിക്കുന്ന കുളത്തിലെ വെള്ളത്തിൻ്റെ അഗാധതയിൽ തൻ്റെ വിഗ്രഹം കിടക്കുന്നത് അവൾ കണ്ടു. അവൾ സാവധാനം വെള്ളത്തിൽ കൂടി അടിയിലേക്ക് ഊർന്നിറങ്ങി. തൻ്റെ മുന്നിൽ തൻ്റെ വിഗ്രഹം ജലത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്നത് അവൾ നോക്കി നിന്നു. അധ്യായം 51. ദേവപ്രിയ വിഗ്രഹം നോക്കി നിന്നു. ക്ഷേത്രക്കുളത്തിൻ്റെ അടിത്തട്ടിൽ ചളിക്കുള്ളിൽ അങ്ങ് താണ് അവൾ കിടക്കുകയാണ്. അവൾ വലതുകൈ നീട്ടി. അവളുടെ കൈത്തലം വലുതായി. അത് വിഗ്രഹത്തിൻ്റെ അടിയിൽ കൂടി നുഴഞ്ഞ് അടുത്തെത്തി. കൈത്തലം മുകളിലേക്ക് ഉയർന്നു. അതോടൊപ്പം ചെളിയിൽ ആണ്ടുകിടന്നിരുന്ന വിഗ്രഹവും പൊന്തി വന്നു. ഇടതുകൈ അവൾ കാൽഭാഗത്ത് ചേർത്ത് പിടിച്ചു. എന്നിട്ട് ആ ശിലാവിഗ്രഹവുമായി അവൾ വെള്ളത്തിനടിയിൽ നിന്ന് മുകളിലേക്കുയർന്നു. ഉപരിതലത്തിലെത്തിയ ശേഷം വീണ്ടും ആകാശത്തേക്ക് പൊന്തി. ആൽ പറിച്ചെടുക്കാൻ തുനിയുന്ന കാളരാത്രി എന്ന പിശാചിനിക്ക് മുകളിലെത്തിയ ശേഷം അവൾ ആ വിഗ്രഹം ഇടതുകൈയിൽ പിടിച്ച ശേഷം വലതു കൈകൊണ്ട് കാളരാത്രിയുടെ മുടിക്കുത്തിന് പിടിച്ചുയർത്തി. അവളെ ആകാശത്തേക്ക് വലിച്ചെറിഞ്ഞു. ക്ഷേത്രത്തിൻ്റെ മുകളിലേക്ക് എറിഞ്ഞത് ആൽമുകളിൽ മേഘങ്ങളോളം ഉയരത്തിലെത്തിയ ശേഷം താഴെ വന്നു. ശ്രീകോവിലിൻ്റെ മുകളിൽ ഉയർന്നു നിന്ന മകുടാഗ്രത്തിൽ അവൾ വന്നു വീണു. മായാരൂപിണിയാണെങ്കിലും ദൈവമയമായ ആ ചുറ്റുപാടിൽ മന്ത്രങ്ങൾ ചൊല്ലി ഉറപ്പിച്ചിട്ടുള്ള
ആ മകുടാഗ്രത്തിൽ അവൾ വന്നു വീണ ഉടൻ അവൾ കത്തിയെരിഞ്ഞ് നാളങ്ങളായി ഉയർന്നു. ഒടുവിൽ ശൂന്യതയിൽ ലയിച്ചു ചേരുകയും ചെയ്തു. ഈ കാഴ്ച സൂര്യനാരായണനും ജയന്തനും കാണുന്നുണ്ടായിരുന്നു. അവർ നടുങ്ങിപ്പോയി. മറ്റൊന്ന് പ്രവർത്തിക്കുവാൻ അവർക്ക് കഴിവില്ലാത്തവണ്ണം അവർ അത്ഭുത പരതന്ത്രരായി ഇരിക്കുമ്പോൾ ദേവപ്രിയ തൻ്റെ വിഗ്രഹം യഥാസ്ഥാനത്ത് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. ഈ അവസരത്തിൽ സൂര്യമിത്രൻ നമ്പൂതിരിപ്പാടും വിഷ്ണുദേവനും അവിടെ വന്നു ചേർന്നു. എന്താ ജയന്ത, ഇനി എന്തെങ്കിലും ശേഷിച്ചിട്ടുണ്ടോ? സൂര്യമിത്രൻ ചോദിച്ചു. ജയന്തൻ തൻ്റെ വലതുകൈ ഉയർത്തുവാൻ തുനിഞ്ഞ ഉടൻ തന്നെ സൂര്യമിത്രൻ നാഗപാശ മന്ത്രം ഉരുവിട്ട് തൻ്റെ തലമുടി നാരുകളിൽ ഒന്ന് പറിച്ചെടുത്ത് അയാളെ ലക്ഷ്യമാക്കി അയച്ചു. അത് ഒരു സർപ്പമായി തീരുകയും ജയന്തൻ്റെ നേർക്ക് പാഞ്ഞു ചെല്ലുകയും ചെയ്തു. ജയന്തൻ എന്തെങ്കിലും പ്രവർത്തിക്കുന്നതിന് മുൻപായി ആ നാഗപാശം അയാളുടെ കൈകളിൽ ചുറ്റിക്കഴിഞ്ഞു. അതിനുശേഷം അത് അയാളെ മുഴുവനായും വരിഞ്ഞു. ഇത് കണ്ടുകൊണ്ടിരുന്ന സൂര്യനാരായണൻ നല്ലൊരു ജഡാരോമം പിഴുതെടുത്ത് വാസുകി മന്ത്രം ജപിച്ച് സൂര്യമിത്രൻ്റെ നേർക്കെറിഞ്ഞു. പെട്ടെന്ന് അതൊരു സർപ്പമായി രൂപാന്തരപ്പെട്ടു. ഉടൻ സൂര്യമിത്രൻ ഗരുഡമന്ത്രം ചൊല്ലി. മന്ത്രം ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ സൂര്യമിത്രൻ ആകാശത്തേക്ക് ഉയർന്നു. ദേവപ്രിയയും വിഷ്ണുദേവനും പരിഭ്രമിച്ചു. അദ്ദേഹത്തെ കാണുന്നില്ല. അല്പം കഴിഞ്ഞപ്പോൾ അതാ വരുന്നു. ആകാശത്തിൽ ചിറകടിച്ചുകൊണ്ട് ഗരുഡൻ. അതിൻ്റെ വിരലിൽ ഇരുന്നുകൊണ്ട് സൂര്യമിത്രൻ. പറന്നു വന്ന വഴിക്ക് വാസുകിയെ കഴുത്തിലിട്ടുകൊണ്ട് ഗരുഡൻ തെക്ക് ദിക്കിലേക്ക് പറന്നുപോയി. എല്ലാവരും അമ്പരന്നുപോയി. നിമിഷങ്ങൾ കടന്നുപോയി. സൂര്യനാരായണനും ജയന്തനും ഇനിയെന്ത് ചെയ്യുമെന്ന് കരുതി പരിഭ്രമിച്ചു നിൽക്കുമ്പോൾ സൂര്യമിത്രൻ അതാ നിൽക്കുന്നു മുന്നിൽ. സൂര്യനാരായണ, ഇത് നോക്കൂ. നീ ഇതുവരെ നശിച്ചിട്ടില്ല. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും നീ ഇപ്പോഴും നിന്റെ ദുഷ്ടതകൾ കാരണം ദേഹത്തെ വിടാതിരിക്കുന്നു. സൂര്യമിത്രൻ അയാളെ നോക്കി പറഞ്ഞു. ഇത് കേട്ട് സൂര്യനാരായണൻ തൻ്റെ ജ്വലിക്കുന്ന നയനങ്ങളാൽ നോക്കി. ഇന്ന് നിന്റെ അവസാനമാണ്. ഇതാ നിനക്കുള്ള ശില ഞാൻ ഒരുക്കുന്നു. സൂര്യമിത്രൻ ആഗ്നേയ മന്ത്രം ജപിച്ചു. ആകാശത്തു നിന്നും തീ ഇറങ്ങി വന്നു. അത് ഒരു ചിതയുടെ രൂപത്തിലായി സൂര്യനാരായണനെ പൊതിഞ്ഞു. നിമിഷങ്ങൾക്കകം അയാൾ എരിഞ്ഞ ചാമ്പലായി കഴിഞ്ഞു. ഇനി നീയാണ് അല്ലേ? സൂര്യമിത്രൻ ജയന്തൻ്റെ നേർക്കു നോക്കി. ജയന്തൻ പരിഭ്രമിച്ചു. മുത്തച്ഛൻ നശിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ജയന്തന് രക്ഷയില്ലാതെയായി. ഇനി താൻ എന്തു ചെയ്താലും ഫലിക്കുകയില്ലെന്ന് ജയന്തന് ബോധ്യമായി. ജയന്തൻ എണീറ്റ് സൂര്യമിത്രൻ നമ്പൂതിരിയുടെ മുന്നിൽ വന്നു നിന്ന് കൈകൂപ്പി. ഇനി ഞാൻ അഹിതമൊന്നും ചെയ്യില്ല, സത്യം. അയാൾ ആണയിട്ടു. നോക്കൂ, ഇവൾ ദേവിയുടെ കാവൽക്കാരിയാണ്. ദേവിയുടെ സമ്മതത്തോടെയാണ് വിഷ്ണുവിനെ അവൾ വരിച്ചത്. അയാളെ നശിപ്പിക്കാനല്ല, ഐശ്വര്യം പ്രഭാതം ചെയ്യാൻ. അവൾ ആരെയും ദ്രോഹിച്ചില്ല. പിന്നെ നീ എന്തിന് ഇവരെ നശിപ്പിക്കാൻ ഒരുമ്പെട്ടു? സൂര്യമിത്രൻ ചോദിച്ചു. എനിക്ക് ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. ഇങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പെന്ന് ഞാൻ കരുതിയതുമില്ല. മേലിൽ ഞാനൊന്നും ചെയ്യില്ല. ജയന്തൻ വീണ്ടും സത്യം ചെയ്തു. ശരി, നീ പൊയ്ക്കോളൂ. സൂര്യമിത്രൻ അനുവദിച്ചു. ജയന്തൻ പിന്തിരിഞ്ഞു നടന്നു. അയാൾ തിരിഞ്ഞു നോക്കിയതേയില്ല. ഇനി എന്താണ് വേണ്ടത്? സൂര്യമിത്രൻ ചോദിച്ചു. അത് കേട്ട് ദേവപ്രിയ വിഷ്ണുദേവനെ നോക്കി. അയാൾക്ക് ഒന്നും തന്നെ മനസ്സിലായില്ല. ദേവിയെ വീണ്ടും ഇവിടെ തന്നെ പ്രതിഷ്ഠിച്ചാൽ വേണ്ടില്ലായിരുന്നു, ദേവപ്രിയ സൂര്യമിത്രനോട് പറഞ്ഞു. അതിനെന്താ, ഞാൻ ചെയ്യാമല്ലോ. സൂര്യമിത്രൻ ഉടൻ തന്നെ ഗുരുക്ഷേത്രത്തു മനയിലെത്തി. ദേവി വിഗ്രഹം അവിടെ നിന്ന് അദ്ദേഹം കാവിൽ കൊണ്ടുവന്നു. അപ്പോൾ തന്നെ മന്ത്രതന്ത്രങ്ങൾ ചൊല്ലി ക്ഷേത്രത്തിനുള്ളിൽ ദേവിയെ പ്രതിഷ്ഠിച്ചു. ഇനി എനിക്ക് ഒരു കാര്യം ഉണർത്തിക്കാനുണ്ട്. ദേവപ്രിയ വിഷ്ണുവിനെയും സൂര്യമിത്രനെയും മാറി മാറി നോക്കി. എന്താണ്, പറയൂ? സൂര്യമിത്രൻ ചോദിച്ചു. ഇതാ, 3-ാം യാമം അവസാനിക്കാൻ വിനാഴികകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. എനിക്ക് അനുവദിച്ചു തന്നിട്ടുള്ള സമയവും ഇതോടെ അവസാനിക്കാറായി. അവൾ ഈർന്നണിഞ്ഞ കണ്ണുകളോടെ വിഷ്ണുദേവനെ നോക്കി. വിഷ്ണുദേവന്റെ മുഖം പെട്ടെന്ന് മ്ലാനമായി. അങ്ങനെയൊന്ന് അവൾ പറയുമെന്ന് അയാൾ ഒരിക്കലും ചിന്തിച്ചതേയില്ലായിരുന്നു. തനിക്ക് പ്രതീക്ഷിക്കാത്ത ഐശ്വര്യങ്ങളെല്ലാം തന്ന ശേഷം തന്നോടൊത്തു കഴിയുമെന്നാണ് അയാൾ കരുതിയിരുന്നത്. പക്ഷേ താൻ ഒരിക്കലും വിചാരിക്കാത്ത ഈ സന്ദർഭത്തിൽ അവൾ വിട്ടുപോകാൻ ഭാവിക്കുകയാണെന്നറിഞ്ഞപ്പോൾ അയാൾക്ക് അളവില്ലാത്ത സങ്കടമായി. അവൾ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വന്നു. അവർക്കെന്തെങ്കിലും പറയുവാൻ കാണുമെന്ന് കരുതി സൂര്യമിത്രൻ തിരുമേനി ആൽത്തറയിലേക്ക് പോയി അവിടെയിരുന്നു. ദേവപ്രിയ വിഷ്ണുദേവന്റെ അടുത്തു വന്നു. അവൾ അയാളുടെ മാറിൽ ചേർന്ന് നിന്നു. എന്നെ ഒന്ന് ചുംബിക്കൂ. ഇനി ഈ ജന്മത്തിൽ നാം തമ്മിൽ ഈ രൂപത്തിൽ കാണുകയില്ല. അവൾ അയാളെ നോക്കി. നിലാവ് അവളുടെ കണ്ണുകളിൽ പ്രകാശിച്ചു. അയാൾ അവളുടെ കണ്ണുകളിൽ പ്രകാശിച്ചു. അയാൾ അവളുടെ ചുണ്ടുകളിൽ തൻ്റെ അധരങ്ങൾ അമർത്തി.
അവളുടെ നഗ്നമായ ചുമലിലും പുറത്തും അയാളുടെ കരങ്ങൾ തഴുകി. ദീർഘമായ ഒരു ചുംബനത്തിൽ അവർ അലിഞ്ഞു ചേർന്നു. അല്പം കഴിഞ്ഞ് അവൾ അയാളിൽ നിന്ന് വഴുതിപ്പോയതുപോലെ മാറി. അവളുടെ ശിലാവിഗ്രഹത്തിനു നേർക്ക് അവൾ സാവധാനം നടന്നുപോയി. ഒടുവിൽ അവൾ അതിൽ ചേർന്നു നിന്നു. വിഷ്ണുദേവൻ നോക്കി നിൽക്കെ ദേവപ്രിയ ആ ശിലാരൂപത്തിൽ അലിഞ്ഞു ചേർന്ന് ഇല്ലാതെയായി. ആ ശിലയുടെ നേത്രങ്ങളിൽ അപ്പോഴും കണ്ണുനീർ തുള്ളികൾ തിളങ്ങുന്നുണ്ടായിരുന്നു. വിഷ്ണു അവിടെ തന്നെ നിന്നു. അയാൾക്ക് ചലിക്കുവാൻ കഴിഞ്ഞില്ല. നോവൽ ഇവിടെ പൂർണ്ണമാവുന്നു.